അടുത്തതായിട്ട് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് ഗ്യാസ് മിക്സ്ചേഴ്സ് എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് പ്രാക്ടീസ് പ്രോസ്റ്റൻസും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ബേസിക് തെർമോഡൈനാമിക്സ്. ഇനി അടുത്തത് അപ്ലൈഡ് തെർമോഡൈനാമിക്സ് നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പഠിച്ചുകൊണ്ടാണ്. പ്യുവർ സബ്സ്റ്റൻസ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഹോമോജീനിയസ് ഇൻ കെമിക്കൽ കോമ്പോസിഷൻ ആൻഡ് കെമിക്കൽ അഗ്രിഗേഷൻ. അതാണ് ബേസിക്കലി പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞത്. അതായത് ഒരു വാട്ടർ എന്ന് പറയുന്ന ഇത് എക്സാമ്പിൾ ഉണ്ടോ, വാട്ടർ, ഹീലിയം, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ. അടുത്ത വാട്ടർ എന്ന് പറഞ്ഞാൽ H2O എന്ന് പറയുന്ന കെമിക്കൽ കോമ്പോസിഷൻ ഒരിക്കലും മാറുന്നില്ല. ഈ ബോൺസും ഒരിക്കലും ഈ H2O എന്നുള്ള ബോണ്ട് ഒരിക്കലും ബ്രേക്ക് ചെയ്യുന്നില്ല. ഓഫ്കോഴ്സ് ഇന്നത്തെ നമുക്ക് ഹൈഡ്രജൻ ബോണ്ടുകളും അങ്ങനെയുള്ള ബോണ്ടുകളൊക്കെ മേക്ക് ആവുന്നുണ്ട്. പക്ഷേ H2O എന്ന് പറയുന്ന ആ ഒരു കെമിക്കൽ ബോണ്ടിങ് ഒരിക്കലും മാറാതെ നിൽക്കുകയാണ്. വാട്ടർ ആയാലും ലിക്വിഡ് ആണെങ്കിലും വേപ്പർ ആണെങ്കിലും സോളിഡ് ആണെങ്കിലും എല്ലാ ഫേസുകളിലും. എന്താണ് അപ്പം ഫേസ്? അപ്പോൾ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന പ്യുവർ സബ്സ്റ്റൻസ് ഹോമോജീനിയസ് ആയിരിക്കുന്ന കെമിക്കൽ കോമ്പോസിഷൻ അഗ്രിഗേഷൻ എന്ന് പറയുമ്പോഴും അതിന് ചേഞ്ച് ഇൻ ഫേസ് ഓക്കെയാണ്. മേ എക്സിസ്റ്റ് ഇൻ ഡിഫറെന്റ് ഫേസ്. പല ഫേസുകളിലാണ് ഇരിക്കുന്നതിന് കുഴപ്പമില്ല. എന്താണ് ഫേസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഹോമോജീനിയസും ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളെ ഫേസസ് എന്ന് വിളിക്കും. ഉദാഹരണം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഒക്കെ ഡിഫറെന്റ് ഫേസ് ആണ്. വാട്ടറിന്റെ ഐസ്, സ്റ്റീം, ലിക്വിഡ് അല്ലെങ്കിൽ വാട്ടർ എന്നൊക്കെ പറയുന്നത് വാട്ടറിന്റെ പല പല ഫേസുകളാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ഓക്കെയാണ്. ഫേസുകൾ മാറാം, പക്ഷേ കെമിക്കൽ കോമ്പോസിഷനോ കെമിക്കൽ അഗ്രിഗേഷനോ മാറാൻ പാടില്ല. അതാണ് പ്യുവർ സബ്സ്റ്റൻസ്. എക്സാമ്പിൾ പറഞ്ഞാൽ വാട്ടർ, ഹീലിയം, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ എക്സെട്ര ഇതെല്ലാം നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ഗേഷ്യസ് ആയിട്ടുള്ള എയറിനെ വേണമെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ലിക്വിഡ് ആയി കഴിഞ്ഞാൽ പറ്റില്ല. കാരണം ലിക്വിഡ് ആയി കഴിയുമ്പോൾ അതിനകത്തുള്ള ചേഞ്ച് വളരെ വലുതാണ്. ലിക്വിഡ് നൈട്രജൻ, ലിക്വിഡ് ഓക്സിജൻ അങ്ങനെയൊക്കെ പറഞ്ഞ് പല പല സെപ്പറേറ്റ് കെമിക്കൽ കോമ്പൗണ്ട്സ് ആയിട്ട് മാറും. പക്ഷെ അല്ലാതെ നമ്മൾ എയർ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓഫ്കോഴ്സ് അതിനകത്തും കെമിക്കൽ കോമ്പോസിഷൻ എപ്പോഴും എല്ലായിടത്തും സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് നമുക്കത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് മനസ്സിലാക്കാം. നൗ അടുത്തത് നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഒരു പ്യുവർ സബ്സ്റ്റൻസിന്റെ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗിബ്സ് ഫേസ് റൂൾ എന്ന് പറയുന്ന ഒരു റൂൾ നമ്മൾ യൂസ് ചെയ്യും. പ്രത്യേകിച്ചും സിമ്പിൾ കംപ്രസീവ് സബ്സ്റ്റൻസസ് ലൈക്ക് വാട്ടർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗിബ്സ് ഫേസ് റൂൾ ഉപയോഗിക്കുന്നത്. ഗിബ്സ് ഫേസ് റൂൾ പറയുന്നത് ഒന്നുമില്ല, എഫ് പ്ലസ് പി ഈസ് ഈക്വൽ ടു സി പ്ലസ് ടു. പി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേസസ് എക്സിസ്റ്റ്, സി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കമ്പോണൻസ്. അപ്പോൾ നമ്മുടെ വാട്ടറിന്റെ കേസ് വാട്ടർ, ഐസ്, വാട്ടർ, വേപ്പർ, അങ്ങനെ 3 ഫേസും ഉള്ള ഒരു സിസ്റ്റം ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് നമ്പർ ഓഫ് ഫേസസ് എത്രയാ? 3 ആണ്. നമ്പർ ഓഫ് കമ്പോണൻസ് എത്രയാ? 1. ഒരു കമ്പോണന്റേ ഉള്ളൂ, വാട്ടർ, ഒരൊറ്റ കമ്പോണന്റേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫിന്റെ വാല്യൂ എന്ത് കിട്ടും? എഫിന്റെ വാല്യൂ കമ്പോണൻസ് 1 പ്ലസ് 2 മൈനസ് 3, അതായത് 0. ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആവും. എന്താണ് എഫ് എന്ന് അറിയാമോ? എഫ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് independently variable intensity properties which could be used to specify a system. ഇൻഡിപെൻഡന്റ്ലി വേരി ചെയ്യാൻ പറ്റുന്ന ഇന്റൻസി പ്രോപ്പർട്ടി സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. അപ്പോൾ എത്ര അങ്ങനത്തെ ഇൻഡിപെൻഡന്റ്ലി വേരിയബിൾ ഇന്റൻസി പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് നമുക്ക് സിസ്റ്റത്തിനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഫ്. എഫ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഈ കേസിൽ അതായത് 3 ഫേസുകളും കോഎക്സിസ്റ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു കേസിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആണ്. അതായത് ഒരു ഇൻഡിപെൻഡന്റ്ലി വേരിയബിൾ ഇന്റൻസി പ്രോപ്പർട്ടി പോലും നമുക്ക് വേരി ചെയ്യാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയാണ്. അതേസമയം ഇവിടെ എഫിന്റെ വാല്യൂ 1 ആണെന്ന് വെക്കുക. എഫ് ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തോ നമ്മൾ ചെയ്യുമ്പോൾ ഏതൊക്കെയോ ഫേസും കമ്പോണൻസ് എടുക്കുമ്പോൾ എഫ് 1 ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾ മാത്രം സ്പെസിഫൈ ചെയ്ത് നമുക്ക് സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇൻഡിപെൻഡന്റ്ലി വേരിയബിൾ ഇന്റൻസി പ്രോപ്പർട്ടീസിന്റെ 2 എക്സാമ്പിൾസ് നമുക്ക് പറയാം. ഒന്ന് പ്രഷർ, ഒന്ന് ടെമ്പറേച്ചർ. സ്പെസിഫിക് വോളിയം വരില്ല, എൻട്രോപ്പി വരില്ല, ഇതൊന്നും വരില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ബിക്കോസ് ഈ പ്രഷർ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വേരി ചെയ്യാൻ പറ്റും, ടെമ്പറേച്ചർ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വേരി ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പ്രഷർ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ സ്പെസിഫിക് വോളിയം ചേഞ്ച് ആവും, നമ്മുടെ എൻട്രോപ്പി ചേഞ്ച് ആവും, ഇതെല്ലാം ചേഞ്ച് ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതാണ് അവിടുത്തെ ഒരു സംഭവം. അവിടുത്തെ ഒരു ഇൻഡിപെൻഡന്റ്ലി വേരിയബിൾ എനർജി പ്രോപ്പർട്ടി എന്ന് പറയുന്ന സാധനം മാത്രമേ നമുക്ക് എഫിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി എടുത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള എത്ര പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് സിസ്റ്റത്തിനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ.
ഓക്കെ, അതാണ് ഗിബ്സ് ഫേസ് റൂൾ. എന്തെങ്കിലും മനസ്സിലായെങ്കിൽ ഓക്കെയാണ്, പക്ഷേ നല്ലപോലെ മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ അടുത്ത സ്ലൈഡിൽ കൂടുതൽ ഇത് തന്നെ പഠിക്കാൻ പോകുന്നത്, ഇതിനെപ്പറ്റി തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് സംസാരിക്കാം എന്താന്ന് പറഞ്ഞാൽ. ഇതാ ഒരു എക്സാമ്പിൾ എടുത്തു. നമ്മൾ ഒരു കണ്ടെയ്നർ വാട്ടർ, അതിനകത്ത് നമ്മൾ പി എന്ന് പറയുന്ന ഒരു പ്രഷറിലാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. 0.1 മെഗാ പാസ്കൽ പ്രഷർ. ഈ 0.1 എന്ന് പറഞ്ഞ മെഗാ പാസ്കൽ ഇനിഷ്യൽ പ്രഷറാണ്. അത് നോൺ വേരിയബിൾ എന്ന് ഞാൻ പറയുന്നില്ല. അതൊരു ഇനിഷ്യൽ പ്രഷറിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വാട്ടർ. ആ ഇനിഷ്യൽ ടെമ്പറേച്ചർ 20°C. ഞാൻ പതുക്കെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് 20 നിന്ന് ഏകദേശം 100 അടുപ്പിച്ച് 99.6°C വരെ ഞാൻ കൊണ്ടെത്തിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും ഹീറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ കാണുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ ഈ ടെമ്പറേച്ചർ മാറാതെ നിൽക്കും. ഏകദേശം ആ ലിക്വിഡ് വേപ്പറായി മാറി തീരുന്ന വരെ ഈ ടെമ്പറേച്ചർ മാറുകയില്ല. ആ ടെമ്പറേച്ചർ അങ്ങനെ നിൽക്കും. ഓക്കെ, അതിനുശേഷം എന്ത് സംഭവിക്കും? അതിനുശേഷം മുഴുവൻ വേപ്പറായി കഴിഞ്ഞു, ആ ലിക്വിഡ് മുഴുവൻ വേപ്പറായി കഴിഞ്ഞാൽ ആ വേപ്പറിൽ വീണ്ടും ടെമ്പറേച്ചർ അപ്ലൈ ചെയ്താൽ പിന്നെ ടെമ്പറേച്ചർ വീണ്ടും ഇൻക്രീസ് ആവും. അപ്പോൾ അത് നമുക്കൊരു TV ഡയഗ്രത്തിൽ നമ്മളൊന്ന് വരച്ചു നോക്കാം. 20° നിൽക്കുന്ന ഒരു ടെമ്പറേച്ചർ. അപ്പോൾ സ്പെസിഫിക് വോളിയം എന്താ? ഇതാണ് സ്പെസിഫിക് വോളിയം. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സ്പെസിഫിക് വോളിയം മാറുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പോയി നമുക്ക് ഒരു സാച്ചുറേറ്റഡ് ലിക്വിഡ് എന്ന് പറയുന്ന ഒരു പോയിന്റ് എത്തും. സാച്ചുറേറ്റഡ് ലിക്വിഡ് തുടങ്ങി ആ ടെമ്പറേച്ചർ മാറത്തില്ല. സ്പെസിഫിക് വോളിയം മാറുന്നുണ്ടോ? ഉണ്ട്, പക്ഷെ ടെമ്പറേച്ചർ മാറാതെ ഇങ്ങനെ നിൽക്കും. ആ ലിക്വിഡ് മുഴുവൻ വേപ്പർ ആവുന്ന വരെ ആ ടെമ്പറേച്ചർ മാറാതെ നിൽക്കും. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ടെമ്പറേച്ചറിനെ നമുക്ക് സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഈ ഒരു റീജിയണില് ലിക്വിഡും വേപ്പറും കോഎക്സിസ്റ്റ് ചെയ്യണം. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് കണ്ടോ മുഴുവൻ ലിക്വിഡ് ആണല്ലോ. ഓക്കെ അല്ലേ? ഇവിടെ എത്തുമ്പോഴത്തേക്ക് വേപ്പറൈസേഷൻ നടന്നു, കുറച്ച് വേപ്പർ ഉണ്ടാവും. ഇവിടേക്ക് എത്തുമ്പോഴത്തേക്ക് ഏകദേശം മുഴുവൻ വേപ്പർ ആവും. ഇവിടെ എത്തുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് 100% വേപ്പർ ആവും. വേപ്പർ ആയതിനു ശേഷം മാത്രമേ നമുക്ക് വേറൊരു ചേഞ്ച് അവിടെ നടക്കത്തുള്ളൂ. അതായത് T അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയാം. This is for a particular pressure. Fine. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് നമ്മുടെ ഗിബ്സ് ഫേസ് റൂൾ ഇവിടെ ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? P plus F is equal to C plus 2 വന്നിട്ട് അവസാനം നമുക്ക് F is equal to 1 എന്ന് കിട്ടും. 0 എന്നല്ല, 1 എന്ന് കിട്ടും. അതായത് ടെമ്പറേച്ചറോ പ്രഷറോ ഏതെങ്കിലും ഒരെണ്ണം മാത്രം നമുക്ക് ഡിഫൈൻ ചെയ്താൽ മതി നമുക്ക് ഈ ഒരു റീജിയനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടും കൂടെ നമ്മൾ കാരണം രണ്ടും കൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വേരിയബിൾ ആവില്ല. ഒന്നിന്റെ ഫംഗ്ഷൻ ആയിട്ട് മറ്റൊന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് വേരി ആവുള്ളൂ. ഇപ്പൊ T സാച്ചുറേഷൻ ഇവിടെ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ P സാച്ചുറേഷൻ ഓട്ടോമാറ്റിക്കലി കോൺസ്റ്റന്റ് ആയി പോകും. കാരണം ഒന്നിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് മറ്റൊരു സാധനം ബിഹേവ് ചെയ്യുന്നത്. നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വേരി ചെയ്യാൻ പറ്റില്ല. ടെമ്പറേച്ചർ സാച്ചുറേഷൻ ഒരു T സാച്ചുറേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു P സാച്ചുറേഷൻ എപ്പോഴും ഉണ്ടാവും. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അപ്പോൾ at a given T sat we have a specific P sat. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ TV ഡയഗ്രത്തിനെ മാറ്റി നമുക്കൊരു PV ഡയഗ്രാം വരച്ചു നോക്കാം. PV ഡയഗ്രത്തിനകത്ത് ആ ഒരു സാധനം ഇനിഷ്യലി മെയിൻറ്റെയിൻ ചെയ്യുന്നത് 0.1 മെഗാ പാസ്കലാണ്. അത് പിന്നീട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ പ്രഷർ കുറയ്ക്കുന്നതിനനുസരിച്ച് അത് സാച്ചുറേറ്റഡ് ലിക്വിഡ് ആയിട്ട് വരും. പിന്നീട് നമുക്ക് പ്രഷർ കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ പ്രഷർ കുറയ്ക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. ആ ഒരു ലിക്വിഡ് മുഴുവൻ വേപ്പറായി മാറുന്നവരെ ആ ഒരു പ്രഷർ അങ്ങനെ നിൽക്കും. അതിനെ നമുക്ക് സാച്ചുറേഷൻ പ്രഷർ എന്ന് വിളിക്കും. ഈ T സാറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സാച്ചുറേഷൻ പ്രഷറാണ് അവിടെ ഉണ്ടാവുന്ന ആ P സാറ്റ് എന്ന് പറയുന്ന വാല്യൂ. അതിനുശേഷം പിന്നെ അതെന്ത് സംഭവിക്കും? പിന്നീട് അത് വേപ്പറായി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പ്രഷർ കുറയ്ക്കാൻ പറ്റും. ഈ ഒരു റീജിയൻ അല്ലെങ്കിൽ ആ സാച്ചുറേറ്റഡ് ലിക്വിഡിന്റെ ബാക്കിലത്തെ റീജിയനെ നമുക്ക് സബ്കൂൾഡ് ലിക്വിഡ് എന്ന് വിളിക്കും. സബ്കൂൾഡ് ലിക്വിഡ്. ഓക്കെ, ഇത് നമുക്ക് എന്താ പറയാ, ആ ഒരു ചേഞ്ചിങ് ഫേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മിക്സ്ചർ ആണ് അവിടെ, ലിക്വിഡും വേപ്പറിന്റെ ഒരു മിക്സ്ചർ ആയിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അതിനുശേഷം അപ്പൊ ഈ സാച്ചുറേറ്റഡ് വേപ്പറിന് ശേഷം പിന്നീട് വരുന്ന ഇതിനെ നമുക്ക് സൂപ്പർ ഹീറ്റഡ് വേപ്പർ അല്ലെങ്കിൽ സ്റ്റീം എന്ന് വിളിക്കാം. സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. വാട്ടറിന്റെ കേസിൽ സ്റ്റീം അല്ലെന്നുണ്ടെങ്കിൽ സൂപ്പർ ഹീറ്റഡ് വേപ്പർ എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. ഇനി പല പ്രഷറുകളിൽ നമ്മൾ പണ്ടോട്ടെ പഠിച്ചിട്ടുള്ള കാര്യമാണ്, പല പ്രഷറുകളിൽ അതിന്റെ ബോയിലിംഗ് പോയിന്റ് ഡിഫറെന്റ് ആയിരിക്കും.
പല ടെമ്പറേച്ചർ അതിൻ്റെ സാച്ചുറേഷൻ പ്രഷറുകൾ ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ പല പ്രഷറുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഈ പറയുന്ന കർവ് ചെറിയ രീതിയിൽ മാറും. ഇങ്ങനെ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ലോക്കസ് എടുത്തു കഴിഞ്ഞാൽ സാച്ചുറേഷൻ ലിക്വിഡ് ആവുന്ന പോയിന്റുകൾ എല്ലാം കൂടെ ഒരു വര പോലെ കിട്ടും. അതുപോലെ സാച്ചുറേറ്റ് വേപ്പർ ആവുന്നതെല്ലാം ഒരു വര പോലെ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് PV ഡയഗ്രത്തിലും കിട്ടും. ഇവ നമുക്ക് TS ഡയഗ്രം ചെയ്താലും നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന രണ്ട് ഡയഗ്രംസ് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇതിനകത്തുണ്ടോ ഈ ഒരു കുത്തു വിട്ടേക്കുന്നുണ്ടോ, അതായത് ഇത് T2 ആണ്, ഇത് T1 ആണ്. ഓക്കെ, T1 ആണ്, ഇത് T2 ആണ്. അപ്പം പല ടെമ്പറേച്ചറുകളിൽ അതിന്റെ ബിഹേവിയർ ഡിഫറെൻ്റ് ആണ്. ഇപ്പം T1 ടെമ്പറേച്ചറിലാണെങ്കിൽ അതിന്റെ PV ഡയഗ്രം എന്താണ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. ഇതായിരിക്കും ആ ഒരു ഡയഗ്രം. അതേസമയം T2 ടെമ്പറേച്ചർ T1നെക്കാട്ടിയും കുറച്ചുകൂടെ വലുതായ ടെമ്പറേച്ചർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും വരിക. ഇനി അത് പോയി ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ്, ഒരു പോയിന്റ് കൂടെ പാസ് ചെയ്ത് പോകും. ആ ക്രിട്ടിക്കൽ പോയിന്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ലിക്വിഡ് അത് കഴിഞ്ഞ് ഇത് പതുക്കെ വേപ്പർ ആവുമെന്ന് പറയാൻ പറ്റത്തില്ല. ലിക്വിഡായി അപ്പോൾ തന്നെ വേപ്പർ ആവും. ലിക്വിഡും വേപ്പറും ഒരു പോയിന്റ് നിൽക്കുന്ന പോയിന്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ മേലിലാണെങ്കിലോ ലിക്വിഡ് വേപ്പർ എന്നൊരു സംഭവമേ ഇല്ല. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ച് നമുക്ക് അറിയാൻ പോലും പറ്റില്ല. ലിക്വിഡ് വേപ്പർ നമുക്ക് മുകളിൽ പറയാനും പറ്റില്ല. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു കർവ്, ഈ ഒരു പച്ച കളർ കർവ്, സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ ഉണ്ട്, സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ ഉണ്ട്. ആ കർവിനുള്ളിൽ നമുക്ക് വരുന്ന ചേഞ്ചസിനകത്ത് മാത്രമേ നമുക്ക് ഇതിന്റെ ഭാഗം ഇത് ലിക്വിഡ്, ഇത് കഴിഞ്ഞ ലിക്വിഡ് പ്ലസ് വേപ്പർ ഇങ്ങനെ മിക്സ് ആയിട്ട് വരും. അതിനുശേഷം ഇവിടെ ഒരു വേപ്പർ അല്ലെങ്കിൽ സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആയിട്ട് ഇങ്ങോട്ട് പോകണമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഈ ക്രിട്ടിക്കൽ പോയിന്റ് മേലോട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പം പല ടെമ്പറേച്ചറിൽ നമുക്ക് പല സാച്ചുറേഷൻ പ്രഷറും പല പ്രഷറിൽ നമുക്ക് പല സാച്ചുറേഷൻ ടെമ്പറേച്ചറും, പക്ഷേ ഓരോ സാച്ചുറേഷൻ ടെമ്പറേച്ചറിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സാച്ചുറേഷൻ പ്രഷറുകളുമാണ് നമുക്ക് ഉണ്ടാവുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പം PV ഡയഗ്രാം പോലെ തന്നെ നമുക്ക് TS ഡയഗ്രാം ഉണ്ട്. അതും നമുക്ക് പല പ്രഷറിനകത്ത് എങ്ങനെയാണ് ടെമ്പറേച്ചർ എൻട്രോപ്പി മാറുന്നതെന്നാണ് ഈ ഡയഗ്രാം കാണിച്ചത്. നമുക്ക് കൂടുതലായിട്ട് ഇതിന്റെ യൂസ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്ലൈഡ് തെർമോഡൈനാമിക്സിനകത്ത് സ്റ്റീം ടർബൈൻ ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് നല്ല ആവശ്യം വരും. ഓക്കെ, അല്ലാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പോയിന്റ് ഉണ്ട്, ഈ ഒരു പോയിന്റ് ഉണ്ട്, രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ രണ്ട് സ്റ്റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് ആണ്, ഇതൊരു എന്ത് സ്റ്റേറ്റ് ആണ്? ഇതൊരു മിക്സ്ചറിന്റെ സ്റ്റേറ്റ് ആണ്. ഈ മിക്സ്ചറിന്റെ സ്റ്റേറ്റിനകത്ത് നമുക്ക് ആ മിക്സ്ചറിന്റെ സ്റ്റേറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ, ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ആ സ്റ്റേറ്റിനകത്ത് എത്രത്തോളം വേപ്പർ ഉണ്ട്, എത്രത്തോളം ലിക്വിഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വേറൊരു ഫ്രാക്ഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഉടനെ നമ്മൾ ചെയ്യും. പക്ഷെ തൽക്കാലത്തേക്ക് നമുക്ക് മനസ്സിലാക്കേണ്ട ഓരോ പോയിന്റും ഏത് സ്റ്റേറ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റണം. ക്രിട്ടിക്കൽ പോയിന്റ് വേറൊരു ഇമ്പോർട്ടൻസ് ആ ക്രിട്ടിക്കൽ പോയിന്റിൽ dP/dV എന്ന് പറയുന്ന സാധനം 0 ആയിരിക്കും. അതായത് ഇവിടെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ്, ഇവിടെ ആ ഒരു കർവിന്റെ സ്ലോപ്പ് 0 ആയിരിക്കും ക്രിട്ടിക്കൽ പോയിന്റ്. d²P/dV² 0 ആയിരിക്കും. ഇറ്റ്സ് ലൈക്ക് പോയിന്റ് ഓഫ് കോൺട്രാൾ ഫ്ലക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ d²P/dV² നമുക്ക് 0 ആയിരിക്കും. മാത്തമാറ്റിക്കൽ ടേം കറക്റ്റ് ആണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്ക്. നമുക്ക് ഡബിൾ ഡെറിവേറ്റീവ് 0 ആകുമ്പോൾ അതിന് എന്തോ ഒരു പേര് പറയും. ഇൻഫ്ലക്സർ ആണോ കോൺട്രാഫ്ലക്സർ ആണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. രണ്ടിൽ ഏതോ ഒന്നാണ് വരുന്നത്. d³P/dV³ ലെസ് ദാൻ 0 ആയിരിക്കും. അതാണ് ക്രിട്ടിക്കൽ പോയിന്റ് ഒരു പ്രത്യേകത. ഇനി വാട്ടറിന്റെ കേസ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രഷർ ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ 220.8 ബാർ ആണ്. അതേപോലെ ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ 374.14 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന നമ്മുടെ PV ഡയഗ്രം TS ഡയഗ്രം. നമ്മൾ ഇതൊക്കെ മനസ്സിലായാലോ കൃത്യമായിട്ട്. ക്രൂസ് സബ്സ്റ്റൻസ് എന്താണ്, ഗിബ്സ് സ്പേസ് റൂൾ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ആ ഒരു എത്ര വേരിയബിൾസ് വേണം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഈ T സാച്ചുറേഷനും P സാച്ചുറേഷനും ഒന്നിന്റെ ഫംഗ്ഷൻ ആയിട്ട് മാറി. ബിക്കോസ് F ഈസ് ഈക്വൽ ടു 1, F1 ആയതുകൊണ്ടാണ് സംഭവിച്ചത്. F1 ആയതുകൊണ്ടാണ് സംഭവിച്ചത്. F0 ആവുന്ന കേസ് നമ്മൾ പഠിക്കുന്നായിരുന്നു, ഞാൻ പറഞ്ഞു. F0 ആവുന്ന ഒരു കേസ് 3 ഫേസും കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഫേസ്, അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കും. ഇപ്പൊ രണ്ട് സ്ഥാനങ്ങൾ കോഎക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ വേരിയേഷൻ മാത്രം മതി, അതിന്റെ കൂടെ കറസ്പോണ്ടിങ് ആയിട്ട് മറ്റേത് ഓട്ടോമാറ്റിക്കായിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മളൊന്നും ചെയ്യേണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് വേരി ചെയ്യാൻ നമുക്ക് രണ്ടായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കണം. പിന്നീട് നമുക്ക് അങ്ങനെയുള്ള പല 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 കർവുകൾ എടുത്ത് നമ്മൾ വരച്ച് സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ, സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ നമ്മൾ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ളൊരു സംഭവം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും.
ഇനി നമുക്ക് ഈ വെറ്റ്നസ് എങ്ങനെ ക്യാരക്ടറൈസ് ചെയ്യാമെന്ന് നോക്കാം. അതായത് നമ്മളിവിടെ പറഞ്ഞ് ഇതാ ഇവിടെ കുറച്ച് ലിക്വിഡും കൂടുതൽ ലിക്വിഡും കുറച്ച് വേപ്പറും, ഇവിടെ എത്തുമ്പോഴത്തേക്ക് കൂടുതൽ വേപ്പറും കുറച്ച് ലിക്വിഡ്, ഇവിടെ എത്തുമ്പോൾ വേപ്പർ മാത്രം, ഇവിടെ എത്തുമ്പോൾ ലിക്വിഡ് മാത്രം, അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമുക്ക് ഈ ഒരു വെറ്റ് റീജിയൻ ഒന്ന് കൃത്യമായി ക്യാരക്ടറൈസ് ചെയ്ത് മാത്തമാറ്റിക്കലി മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ ഇതിനുള്ളിലൂടെ നടക്കുന്ന പ്രോസസ്സുകളെ നമുക്ക് കൃത്യമായിട്ട് പറയാം. ഉദാഹരണത്തിന് ഇവിടെ ഒരു സ്റ്റേറ്റ് ഉണ്ട്, ആ സ്റ്റേറ്റ് ഇങ്ങോട്ട് മാറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റിൽ എന്താണ് അവസ്ഥ എന്ന് അറിയണമെങ്കിൽ നമുക്ക് വെറുതെ ഇത് മാത്രം പറയാൻ പറ്റില്ല, ടി സാച്ചുറേഷനും ഒക്കെ മാത്രം പറഞ്ഞാൽ പോലെ നമുക്ക് അവിടുത്തെ ആ ഒരു വെറ്റ്നസ് ഫ്രാക്ഷനും കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയൊരു സംഭവമാണ് ഡ്രൈനെസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രൈനെസ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു പോയിന്റിൽ ഒരു മിക്സ്ചർ ഉണ്ട്, മിക്സ്ചർ ഓഫ് ഗ്യാസ് ആൻഡ് ലിക്വിഡ്. ഓക്കെ, ഗ്യാസ് ആൻഡ് എഫ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആണ് ഉദ്ദേശിക്കുന്നത്, എഫ് എന്നാണ് എഴുതുന്നത് എല്ലാവരും, അതുകൊണ്ട് എഫ് എന്ന് എഴുതുവാണ്. ഗ്യാസ് ആൻഡ് ലിക്വിഡ് ഉണ്ട്. ലിക്വിഡിന് നമ്മൾ എഫ് ഫ്ലൂയിഡ് എന്നോ എന്ന് വെച്ചാൽ പറയാം, പക്ഷേ ഫ്ലോ അതിനെ സൂചിപ്പിക്കുന്ന സാധനമാണ് എഫ്. ലിക്വിഡ് ആണ് സാധനം. അപ്പം ഇതിനൊരു മിക്സ്ചർ ഉണ്ട്. ഓക്കെ, അപ്പം ആ മിക്സ്ചറിനകത്ത് ഗ്യാസിന്റെ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഫ്ലൂയിഡ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ ഡ്രൈനെസ് ഫ്രാക്ഷൻ വയ്ക്കുന്നത്. ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. എത്ര ഗ്യാസ് അതിലുണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ്, അതായത് മാസ് ഓഫ് ഗ്യാസ് പ്ലസ് മാസ് ഓഫ് ഫ്ലൂയിഡ്. ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ, സിമ്പിൾ ഇക്വേഷൻ ആണ്. ഓക്കെ, പക്ഷേ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സിമ്പിൾ അല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മാസ് ഓഫ് ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഇരിക്കുന്ന ആ ഒരു ചേംബർ, ആ ഒരു സിലിണ്ടർ, അതിനുള്ളിൽ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ ഗ്യാസ് നിൽക്കുന്ന വോളിയം പ്ലസ് ഫ്ലൂയിഡ് നിൽക്കുന്ന വോളിയം ആണല്ലോ. ഓക്കെ, വോളിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം എന്താണ്? മാസ് ഓഫ് ഗ്യാസ് ഇൻറ്റു സ്പെസിഫിക് വോളിയം ഓഫ് ഗ്യാസ് പ്ലസ് മാസ് ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു സ്പെസിഫിക് വോളിയം ഓഫ് ലിക്വിഡ്. സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം ഡിവൈഡ് ബൈ മാസ്. അപ്പോൾ മാസിന്റെ സ്പെസിഫിക് വോളിയം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വോളിയം കിട്ടും. അങ്ങനെ നമുക്കത് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? ടോട്ടൽ മാസ് എം ജി പ്ലസ് എം എഫിന്റെ സ്പെസിഫിക് വോളിയം. അപ്പം ആ മിക്സ്ചറിന്റെ സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുക, മിക്സ്ചർ സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ടോട്ടൽ വോളിയം ഡിവൈഡ് ബൈ എം ജി പ്ലസ് എം എഫ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഡിവൈഡ് ബൈ എം ജി പ്ലസ് എം എഫ് എന്നുള്ള രീതിയിൽ വരും. അത് നമ്മൾ ചെയ്തു വരുമ്പോൾ, ഞാൻ ചെയ്യുന്നില്ല, അത് നമുക്ക് ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ എം ജി ഡിവൈഡ് ബൈ എം എഫ് പ്ലസ് എം ജിയെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ, ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം. നമ്മൾ അതിന്റെ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ ആണ്, സിമ്പിൾ ഡെറിവേഷൻ ആണ്, നമ്മൾ ചെയ്യുന്നില്ല. എക്സ് വി ജി പ്ലസ് 1 മൈനസ് എക്സ് വി എഫ് എന്നായിരിക്കും ആ ഒരു സ്പെസിഫിക് വോളിയത്തിന് നമുക്ക് കിട്ടുന്നത്. അതായത് ആ മിക്സ്ചറിന്റെ സ്പെസിഫിക് വോളിയം ഓഫ് മിക്സർ എന്ന് പറഞ്ഞാൽ എക്സ് വി ജി പ്ലസ് 1 മൈനസ് എക്സ് വി എഫ്. ഓക്കെ ഓക്കെ, അപ്പം ഗ്യാസിന്റെ സ്പെസിഫിക് വോളിയം, ഇത് ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് വോളിയം. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രൈനെസ് ഫ്രാക്ഷൻ. അപ്പം എക്സ് ഇൻറ്റു വി ജി പ്ലസ് 1 മൈനസ് എക്സ് ഇൻറ്റു വി എഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ പറയുന്ന സ്പെസിഫിക് വോളിയം ഓഫ് മിക്സർ കിട്ടും. അതും ഒരു ഇക്വേഷൻ ആണ്. അതേപോലെ വേറൊരു ഇക്വേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വി എഫ്, അതായത് ലിക്വിഡിന്റെ സ്പെസിഫിക് വോളിയം പ്ലസ് എക്സ് ടൈംസ് വി ഓഫ് എഫ് ജി. വി ഓഫ് എഫ് ജി എന്ന് പറഞ്ഞാൽ എന്താ? വി ജി മൈനസ് വി എഫിനെ നമുക്ക് വി ഓഫ് എഫ് ജി എന്ന് വിളിക്കും. അപ്പം ഈ ഒരു ഇക്വേഷൻ ആയാലും മതി, രണ്ടിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് സംഭവത്തിന്റെ സ്പെസിഫിക് വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് അറിയാം. എന്തൊക്കെ നമുക്ക് അറിയേണ്ടത് ആ ഗ്യാസ് ആയിട്ട് മാറി നിൽക്കുമ്പോൾ അതിനകത്ത് മാത്രം വി ജി അല്ലെങ്കിൽ സ്പെസിഫിക് വോളിയം എന്തുണ്ടെന്ന് അറിയണം. ഓക്കെ, പിന്നീട് നമുക്ക് എന്തറിയണം? നമുക്ക് അത് ലിക്വിഡ് ആയിട്ട് ഇരിക്കുമ്പോൾ എന്തുമാത്രം സ്പെസിഫിക് വോളിയം ഉണ്ടെന്ന് അറിയണം. ഓക്കെ, പിന്നെ നമുക്ക് മിക്സറിന്റെ സ്പെസിഫിക് വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ? എക്സ് കൂടി അറിയണം. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രൈനെസ് ഫ്രാക്ഷൻ കൂടി അറിയണം. ഡ്രൈനെസ് ഫ്രാക്ഷൻ ഈക്വൽ ടു എം ജി ഡിവൈഡ് ബൈ എം എഫ് പ്ലസ് എം ജി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ പറഞ്ഞ മിക്സ്ചറിന്റെ സ്പെസിഫിക് വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. വി എഫ് പ്ലസ് എക്സ് എഫ് ജി വെച്ച് കണ്ടുപിടിക്കാം. അതായത് ലിക്വിഡിന്റെ സ്പെസിഫിക് വോളിയം പ്ലസ് എക്സ് ടൈംസ് ഗ്യാസസ് മൈനസ് ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് വോളിയം. അതല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറയണം? എക്സ് ടൈംസ് വി ജി പ്ലസ് 1 മൈനസ് എക്സ് ടൈംസ് വി എഫ്. അതിനകത്ത് ഏത് ഇക്വേഷൻ നമുക്ക് തരുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ വി എഫ് ജി ആയിരിക്കും തരുന്നത്, ചിലപ്പോൾ വി എഫും വി ജിയും തരും. അപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷനും ഒരേപോലെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാണാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമുള്ളൂ.
ഈ ഇക്വേഷൻ നമുക്കൊന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതായത് എക്സ് വി ജി പ്ലസ് 1 മൈനസ് എക്സ് വി എഫ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാണ് എനിക്ക് 2% അതിനകത്ത് എന്തുണ്ട്, ഗ്യാസ് ആയി, അതായത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. നമ്മൾ ചൂടാക്കി ആ സാച്ചുറേഷൻ ടെമ്പറേച്ചർ ചൂടാക്കി 2% ഗ്യാസ് വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. 2%, അതായത് 2% ബൈ മാസ് ഗ്യാസ് വരുന്ന ഒരവസ്ഥ. അതായത് എൻ്റെ അർത്ഥം എന്താ, 0.02 ആണ് ആ ഒരു ഫ്രാക്ഷൻ. 2% 0.02. അപ്പോൾ ഞാൻ അതിന് വെച്ച് മൾട്ടിപ്ലൈ മതി. 0.02 ടൈംസ് എന്തുണ്ട് നമുക്ക് വേണ്ടുന്ന ഗ്യാസ് ഉണ്ട്. അപ്പോൾ അതിന്റെ സ്പെസിഫിക് വോളിയം പ്ലസ് 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഓട്ടോമാറ്റിക്കലി 0.98 ആയി. അതായത് 98% ഫ്ലൂയിഡ് ആണ് അല്ലെങ്കിൽ ലിക്വിഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് എക്സ് വി ജി ഉണ്ടെങ്കിൽ എന്തായാലും 1 മൈനസ് എക്സ് എന്തായിരിക്കും ഉള്ളത്, വി എഫ് ആയിരിക്കും. അത്ര സിമ്പിൾ ഇക്വേഷൻ ആണ് ഇത്. പിന്നീട് നമുക്ക് ഈ വി എഫ് ജി തരുന്നെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, വി എഫ് പ്ലസ് എക്സ് ടൈംസ് വി എഫ് ജി ചെയ്യണം. ഓക്കെ, റെഡി ആണല്ലോ. അപ്പൊ ആ ഇക്വേഷൻസ് മനസ്സിലായല്ലോ. ശരി, ഇനി ഇതാ ഈ എക്സ് വെച്ചിട്ട് നമുക്ക് ഈ എക്സ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ഈ എക്സ് വെച്ചിട്ട് നമുക്ക് ഇതിനെ പറ്റി ഒന്ന് സംസാരിച്ച് നോക്കാം. ഈ എക്സ് സീറോ ആവുന്ന കേസ്, എക്സ് സീറോ ആവുമ്പോൾ ഇത് സീറോ ആവും, ഇതിപ്പം ബി എഫ് മാത്രമാവും. അപ്പം എക്സ് സീറോ ആണെന്നുണ്ടെങ്കിൽ എല്ലാം ലിക്വിഡ് ആയിരിക്കും. സാച്ചുറേറ്റഡ് ലിക്വിഡിന്റെ സ്റ്റേറ്റിലാണ് എക്സ് സീറോ ആവുന്നത്. എക്സ് വൺ ആണെങ്കിൽ ഇത് വൺ. അപ്പൊ വി ജി വൺ ഉണ്ട്, മറ്റേത് 1 മൈനസ് ഇത് സീറോ ആയിപ്പോയി, ഇത് സീറോ ആയിപ്പോയി. അപ്പം ഗ്യാസ് മാത്രമേ ഉള്ളൂ. അതായത് എക്സ് വൺ ആകുമ്പോൾ ഗ്യാസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് വേപ്പർ ആണ്, സ്റ്റേറ്റ് ആണ്. അല്ലാതെ എക്സ് സീറോ ആകുമ്പോൾ സാച്ചുറേറ്റഡ് ലിക്വിഡ് ആണ്. ആ ഒരു സംഭവം കൂടെ മനസ്സിലാക്കണം. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ പറയുന്ന ഇക്വേഷൻ, ഈ സെയിം ഇക്വേഷൻ നമുക്ക് വിക്ക് മാത്രമല്ല മറ്റു പ്രോപ്പർട്ടീസിനും എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്പെസിഫിക് പ്രോപ്പർട്ടീസിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. എച്ച് ആണെങ്കിലും സ്മോളസ് ആണെങ്കിലും ഇന്റേണൽ എനർജി ആണെങ്കിലും എല്ലാം നമുക്ക് ഈ സെയിം ഇക്വേഷൻസ് ഉപയോഗിച്ച്, അതായത് ഈ പറഞ്ഞ എക്സ് ഇൻറ്റു ആ സാധനം പ്ലസ് 1 എക്സ് ഇൻറ്റു എന്താ പറയുക, ആ സാധനം ഇൻ ഗേഷ്യസ്, അതായത് ഇപ്പോൾ എൻട്രോപ്പി ഗേഷ്യസ് ആണ്, എൻട്രോപ്പി ഇൻ ഗേഷ്യസ് പ്ലസ് 1 മൈനസ് എക്സ് ടൈംസ് എസ് അല്ലെങ്കിൽ എച്ച്, ഇഷ്ടമുള്ള പ്രോപ്പർട്ടി. അപ്പോൾ അത് നമുക്ക് എല്ലാ പ്രോപ്പർട്ടീസിനും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊരു കാര്യം, ഒരു ഐഡിയയും കൂടെ നമുക്ക് മനസ്സിലാക്കണം. അതിനകത്ത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ്. അപ്പോൾ ഈ പറഞ്ഞ വി എഫ് ജി, വി എഫ് എല്ലാം, സാച്ചുറേഷൻ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന. അടുത്തിലോട്ട് പോവാം. നമുക്ക് ആ ഇക്വേഷൻസ് ഞാൻ പറഞ്ഞല്ലോ, എക്സിൻ്റെയും എച്ചിൻ്റെയും ഒക്കെ ടേംസ് നമുക്ക് ഇക്വേഷൻസ് എഴുതാൻ പറ്റും. അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിച്ച് നോക്കാൻ ഡീറ്റെയിൽഡായിട്ട്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് എൻതാൽപ്പി ഇൻ ദ വെറ്റ് റീജിയൻ നമുക്ക് ആദ്യം നോക്കാം. സ്പെസിഫിക് എൻട്രോപ്പി ഇൻ ദ വെറ്റ് റീജിയൻ. അപ്പോൾ വെറ്റ് റീജിയനിൽ സ്പെസിഫിക് എൻട്രോപ്പി എന്താണ് നമുക്ക് ഓൾറെഡി അറിയാം, എസ് എഫ് പ്ലസ് എക്സ് എസ് എഫ് ജി ആണ്. അതിനെ നമുക്ക് എക്സ് എസ് ജി പ്ലസ് 1 മൈനസ് എക്സ് എസ് എഫ് എന്ന് വിളിക്കാൻ പറ്റും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഈ എസ് എഫ് പ്ലസ് എക്സ് എസ് എഫ് ജി ഉണ്ടല്ലോ, എക്സ് എസ് എഫ് ജി ഉണ്ടല്ലോ, അത് നമുക്ക് എസ് എഫ് പ്ലസ് എക്സ് ടൈംസ് എസ് എഫ് ജി, അതായത് എൻട്രോപ്പി ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് മൈനസ് എൻട്രോപ്പി ഇൻ ഫ്ലൂയിഡ് സ്റ്റേറ്റ്. ഇനി നമുക്ക് എന്ത് വിളിക്കാം, ഹീറ്റ് സപ്ലൈ. നമ്മൾ നേരത്തെ പഠിച്ച സാധനം, ഹീറ്റ് സപ്ലൈഡ് ബൈ ടെമ്പറേച്ചർ എന്ന് വിളിച്ചൂടെ. ഇവിടുത്തെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ലേ, അപ്പോൾ ലേറ്റന്റ് ഹീറ്റ് അല്ലേ നമ്മൾ എടുക്കുന്ന ഹീറ്റ്, ആ ഒരു ലിക്വിഡ് മുഴുവൻ ഫ്ലൂയിഡ് ആവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് എസ് വെറ്റിനെ എങ്ങനെ എഴുതാം, എസ് വെറ്റിനെ എസ് എഫ് പ്ലസ് എക്സ് ടൈംസ് എസ് എഫ് ജി അല്ല, പകരം ലേറ്റന്റ് ഹീറ്റ് ഡിവൈഡഡ് ബൈ ടി സാച്ചുറേഷൻ എഴുതാം. ഇക്വേഷൻ ആയിട്ട് പഠിക്കരുത്, ഇത് മനസ്സിലാക്കണം. എങ്ങനെ ഇത് വരുന്നത് മനസ്സിലാക്കുക. ഇക്വേഷൻ നമുക്ക് 2 ഇക്വേഷൻ നമുക്ക് അറിയാവുള്ളൂ. എന്തൊക്കെ ഇക്വേഷൻ, എസ് എഫ് പ്ലസ് എക്സ് എസ് എഫ് ജി, അതുപോലെ എക്സ് എസ് ജി പ്ലസ് 1 മൈനസ് എക്സ് എസ് എഫ്, അത്ര അറിയാം. അപ്പം എസ് എഫ് പ്ലസ് എക്സ് ടൈംസ് എസ് എഫ് ജി എന്ന് പറഞ്ഞാൽ എന്താ, ലേറ്റന്റ് ഹീറ്റ് ഡിവൈഡഡ് ബൈ ടി സാച്ചുറേഷൻ. കാരണം ആ ഒരു ടെമ്പറേച്ചർ മാറാതെ തന്നെ ഇതിനകത്തിട്ട് ഹീറ്റ് ആഡ് ചെയ്യുന്നത്. ആ ഹീറ്റ് ആഡ് ചെയ്യുന്നത് ലേറ്റന്റ് ഹീറ്റ് ആണ്, അതായത് ലിക്വിഡ് വേപ്പർ ആവാൻ വേണ്ടി കൊടുക്കുന്ന ഹീറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ഇതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതേപോലെ സ്പെസിഫിക് എൻതാൽപ്പി എന്ന് പറയാൻ പറ്റും. വെറ്റ് റീജിയനകത്ത് സ്പെസിഫിക് എൻതാൽപ്പി എന്ന് പറയാൻ പറ്റും. നോക്കാം, എച്ച് വാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് എഫ് പ്ലസ് എക്സ് എച്ച് എഫ് ജി നമുക്കറിയാം ഇക്വേഷൻ, അത് നമുക്കറിയാം. എക്സ് എഫ് എക്സ്, ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് തെറ്റിപ്പോകണം, പക്ഷെ നമുക്ക് വിഷ്വലി നമുക്കത് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എക്സ് എച്ച് ജി പ്ലസ് 1 മൈനസ് എക്സ് എച്ച് എഫ്, അത് നമുക്കറിയാം. ആ ഒരു പ്രോപ്പർട്ടി അത് തന്നെ, എച്ച് ജി എച്ച് ആണെങ്കിൽ എച്ച്, മറ്റേ എസ് ആണെങ്കിൽ എച്ച്. ഓക്കെ, പക്ഷെ ഇതിനകത്ത് നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ട, ഈ ക്വസ്റ്റൻ നമുക്കൊന്ന് മാറ്റി എഴുതാൻ പറ്റും. എന്താണ് എച്ച് ജി മൈനസ് എച്ച് എഫ്? ഫ്ലൂയിഡിൽ നിന്ന്
ഗ്യാസസിലേക്ക് മാറാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്താണത്? ലേറ്റന്റ് ഹീറ്റ് തന്നെ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ HFGക്ക് പകരം നമുക്ക് ലേറ്റന്റ് ഹീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതും ഈ ഇക്വേഷൻ ആയിട്ട് കാണാൻ പഠിക്കരുത്, എങ്ങനെ ഇത് വന്നെന്ന് മാത്രം പഠിച്ചാൽ മതി. നമുക്ക് ഈ ഇക്വേഷനകത്ത് നിന്ന് ഇത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ ഈ ഇക്വേഷനകത്ത് നിന്ന് ഇത് ഈസി ആയിട്ട് നമുക്ക് ഡെറിവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് നമുക്ക് സ്പെസിഫിക് എൻട്രോപ്പി വെറ്റ് റീജിയൻ, സ്പെസിഫിക് എൻതാൽപ്പി വെറ്റ് റീജിയൻ ഉള്ളത്. സ്പെസിഫിക് വോളിയം വെറ്റ് റീജിയൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? ഓക്കെ, ഇനി നമുക്ക് സൂപ്പർ ഹീറ്റഡ് റീജിയനിൽ പോവാം. വെറ്റ് റീജിയൻ കഴിഞ്ഞ് നമുക്ക് സൂപ്പർ ഹീറ്റഡ് റീജിയനിൽ പോവാം. സൂപ്പർ ഹീറ്റഡ് റീജിയനിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടുത്തെ ഇക്വേഷൻ എങ്ങനെ മാറും? സ്പെസിഫിക് എൻട്രോപ്പി എങ്ങനെ മാറും? എസ് സൂപ്പർ ഹീറ്റഡ് ഫിസിക്കൽ ടു എസ് ഗ്യാസ്. എസ് ഗ്യാസിന് മേളിലോട്ടുള്ള ആ എൻട്രോപ്പിയെക്കാളും കൂടുതൽ എൻട്രോപ്പിയാണ്. പ്ലസ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്ന ഒരു ഫൈനൈറ്റ് സോഴ്സ് ടി സാറ്റിൽ നിന്ന് ടി സൂപ്പിലേക്ക് മാറുമ്പോൾ അല്ലെ ടി സൂപ്പർ ഹീറ്റിലേക്ക് മാറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എൻട്രോപ്പിക്ക് എന്താണ്? CPLN ടി ഫൈനൽ ബൈ ടി ഉണ്ടായിരുന്ന ടി, അതായത് CPLN ടി സൂപ്പർ ഹീറ്റ് ഡിവൈഡ് ബൈ ടി സാച്ചുറേഷൻ. അത് ചെയ്താൽ നമുക്ക് ആ ഒരു ഇക്വേഷൻ കിട്ടും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചാൽ വീണ്ടും ഞാൻ പറയുന്നില്ല. എസ് ടിയെക്കാളും കൂടിയൊരു വാല്യൂ ഒരിക്കൽ എത്രമാത്രം കൂടും നമുക്ക് അറിയാം. എത്ര എൻട്രോപ്പി കൂടും? T1ൽ നിന്ന് TFലേക്ക് മാറിയ എന്തുമാത്രം എൻട്രോപ്പി കൂടും നമുക്കറിയാം. കുറെ CP ഉള്ള മെറ്റീരിയൽ ഫൈനൽ ബോഡിക്ക് നമുക്കറിയാം. അപ്പം ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. CPLN TF ബൈ ടി തന്നെയാണ്, പക്ഷെ ഇവിടെ TF എന്ന് പറഞ്ഞാൽ ടി സൂപ്പർ ഹീറ്റഡ് ആയിരിക്കും. ടി എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ T1 എന്ന് പറഞ്ഞാൽ ടി സാച്ചുറേറ്റഡ് ആയിരിക്കും. അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇക്വേഷൻസ് ആർ വെരി വെരി സിമ്പിൾ. ഇക്വേഷൻ അതുപോലെ കാണാൻ പഠിക്കുമ്പോഴാണ് ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആവുന്നത്. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് അറിയാമെങ്കിൽ, ഇപ്പം ഉദാഹരണത്തിന് ഈ സംഭവം അറിയാത്ത ഒരാളാണ് ആദ്യമായിട്ട് ഈ ഇക്വേഷൻ കാണുന്നതെങ്കിൽ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എങ്ങനെ ഈ ഇക്വേഷൻ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒരു പാടില്ല. അതാണ് പറഞ്ഞ കൺസെപ്റ്റ് ബേസ്ഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് ആവശ്യം എന്ന് പറയാം. ഓക്കെ, അടുത്തത് സ്പെസിഫിക് എന്താൽപ്പിയിൽ എന്ത് പറയാൻ പറ്റും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ എച്ച് സൂപ്പർ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എച്ച് ഗ്യാസ് പ്ലസ് CP ടൈംസ് ടി സൂപ്പർ ഹീറ്റ് മൈനസ് ടി സാച്ചുറേഷൻ. CP ഡെൽറ്റ ടി, CP ഡെൽറ്റ ടി. ആ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ? ടി സൂപ്പർ ഹീറ്റഡ് മൈനസ് ടി സാച്ചുറേഷൻ ആവുന്നു ഒന്നിട്ട കാര്യമുള്ളൂ. ഓക്കെ അല്ലേ? ഫൈൻ അല്ലേ? റെഡി? സ്പെസിഫിക് വോളിയം വരുമ്പോൾ നമുക്ക് ചെറിയ മാറ്റമാണ്. സ്പെസിഫിക് വോളിയം വരുമ്പോഴത്തേക്ക് നമുക്ക് ലീനിയർ ആയിട്ട് ഇങ്ങനെ കൂടാ ചെയ്യുന്നത്. ഓക്കെ, അപ്പം വി സൂപ്പർ ഹീറ്റഡ് ബൈ ടി സൂപ്പർ ഹീറ്റഡ് ഈസ് ഈക്വൽ ടു വി സാച്ചുറേറ്റഡ് ബൈ ടി സാച്ചുറേറ്റഡ്. ഇങ്ങനെ മറിച്ചാൽ മതി. വി ഈസ് ഈക്വൽ ടു കെ ടൈംസ് ഓഫ് ടി. ഒരു ലീനിയർ വേരിയേഷൻ ആണ്. അപ്പോൾ വി സൂപ്പർ ഹീറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു കെ ടൈംസ് ടി സൂപ്പർ ഹീറ്റഡ് ആയിരിക്കും. അതേപോലെ വി സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ കെ ടൈംസ് ടി സാച്ചുറേറ്റഡ് ആയിരിക്കും. രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഉത്തരം കിട്ടും. അപ്പം ആ ഒരു ജസ്റ്റ് ആ ഒരു ലീനിയാരിറ്റി ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സ്പെസിഫിക് വോളിയം സൂപ്പർ ഹീറ്റഡ് റീജിയനിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വെറ്റ് റീജിയണിലെ എൻട്രോപ്പി, എന്താൽപ്പി, സ്പെസിഫിക് വോളിയം കണ്ടുപിടിച്ച്, അതേപോലെ സൂപ്പർ ഹീറ്റ് റീജിയനിലെ എൻട്രോപ്പി, എന്താൽപ്പി, സ്പെസിഫിക് വോളിയം കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ ഉണ്ട്, എന്താ? സബ് കൂൾഡ് റീജിയൻ. 3 റീജിയൻ ഉണ്ട്, നമ്മൾ പറഞ്ഞായിരുന്നു ഓൾറെഡി. ഒന്നുകൂടെ പറയാം. ഇത് വെറ്റ് റീജിയൻ, ഇത് വെറ്റ് റീജിയൻ, സൂപ്പർ ഹീറ്റഡ് റീജിയൻ. ഇനി നമുക്ക് കംപ്രസ് ലിക്വിഡ് റീജിയൻ, അതിനെ പറയുന്നതാണ് സബ് കൂൾഡ് റീജിയൻ. ആ സബ് കൂൾഡ് റീജിയനും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ സ്പെസിഫിക് എൻട്രോപ്പി എന്താ പറയുന്നത്? SF മൈനസ് SF ലിക്വിഡിന്റെ സാച്ചുറേറ്റഡ് എൻട്രോപ്പി മൈനസ് സംതിങ്. ഇവിടെയും SF മൈനസ് സംതിങ് ആണ്. ഓക്കെ, ആ സംതിങ് എന്താണ്? ആ സംതിങ് എന്താണ്? ഫൈനൽ ബൈ ഇനിഷ്യൽ തന്നെയാണ്. മാക്സിമം ബൈ മിനിമം. അതായത് ടി സാച്ചുറേറ്റഡിലോട്ട് എത്തുവാണ്, ടി സബിൽ നിന്നാണ് എത്തുന്നത്. അപ്പം ആ ടി സാച്ചുറേറ്റഡ് ഡിവൈഡ് ബൈ ടി സബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SF മൈനസ് CPLN ടി സാച്ചുറേറ്റഡ് ബൈ ടി സബ് എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഓക്കെ, അതേപോലെ എസ് സബ്, സോറി ഇത് എന്താൽപ്പിയാണ്, തെറ്റിപ്പോയി. H sub is equal to HF minus CP times T saturation minus T sub. അതാണ് ഹീറ്റ്. CP ഡെൽറ്റ ടി ആണ് ഹീറ്റ്. ഇവിടെ CPLN T sat by T sub ആണ് എൻട്രോപ്പി ചേഞ്ച്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് വൃത്തിയായിട്ട് എഴുതാം. H ഓക്കെ, ഓക്കെ.
സ്പെസിഫിക് വോളിയം വരുമ്പം സബ്കൂൾ റീജിയനിലതും ഫ്ലൂയിഡ് റീജിയനിലതും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. ഓക്കെ, കാരണം അത് ലിക്വിഡ് ആയി കഴിഞ്ഞാൽ അത് സബ്കൂൾഡ് ആകുമ്പോഴത്തേക്ക് ആ സ്പെസിഫിക് വോളിയത്തിൽ വലിയ ചേഞ്ച് ഉണ്ടാവത്തില്ല, ചെറിയ ചേഞ്ച് ഉണ്ടാവത്തില്ല. പക്ഷെ ഇവിടെ നമ്മൾ ആ ഗ്രാഫ് വരച്ചപ്പോൾ നമ്മൾ ഓഫ്കോഴ്സ് ചേഞ്ച് പറഞ്ഞിരുന്നു, ഇവിടെ ചേഞ്ച് വരുന്നു പറഞ്ഞു. ഈ ചേഞ്ച് പക്ഷേ ഇത് കൂട്ടി കാണിച്ചിരിക്കുന്നത് വളരെ ചെറിയൊരു ചേഞ്ചാണ് വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പം അതാണ് നമ്മൾ പഠിക്കാനുള്ള ഈ വെഗറ്റ് റീജിയൻ ഇക്വേഷൻ വെച്ചിട്ടുള്ള നമുക്ക് വേണ്ടുന്ന കുറച്ച് ഇക്വേഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ക്ലേപ്രോൺ ഇക്വേഷൻ ക്ലേപ്രോൺ ഇക്വേഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് എഫ് ജിയും വി ജി ഒക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ബേസിക് ഇക്വേഷൻ ഇതാണ് ബേസിക് ഇക്വേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഇതാണ് നമ്മുടെ ബേസിക്. ഇതാണ് ഇങ്ങോട്ട് നമ്മൾ വരുന്നത്. എങ്ങനെ നമ്മൾ ചെയ്യുന്ന അറിയാമോ? ഡി പി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി, ഒരു കോൺസ്റ്റന്റ് എൻട്രോപ്പി ചേഞ്ച് നടക്കുന്ന സമയത്ത് ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ? 1 ഡിവൈഡ് ബൈ ടി സാച്ചുറേഷൻ. അപ്പൊ ടി സാച്ചുറേഷൻ എന്താ നമുക്ക് ഓൾറെഡി അറിയാം, ഇൻറ്റു എച്ച് എഫ് ജി ഡിവൈഡ് ബൈ വി എഫ് ജി. എച്ച് എഫ് ജി ഡിവൈഡ് ബൈ വി എഫ്, അതായത് എച്ച് ജി മൈനസ് എച്ച് എഫ് ഡിവൈഡ് ബൈ വി ജി മൈനസ് വി എഫ്. ഇതിനകത്ത് നമുക്ക് വി ജിനെ ഒരു വി എഫ് വളരെ വളരെ സ്മോൾ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ വി ജിക്ക് മാത്രം ഇവിടെ വി ജി കൊടുക്കുന്നതുകൊണ്ടാണ് എന്ത് സംഭവം, ഇത് എച്ച് എഫ് ജി ആവുന്നത്. അപ്പം ഡി ബി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി ഈസ് ഈക്വൽ ടു എച്ച് എഫ് ജി ഡിവൈഡ് ബൈ ടി സാച്ചുറേഷൻ ഇൻറ്റു വി ജി വരുന്നത്. അങ്ങനെ ഇക്വേഷൻ ശരിക്കും എന്താണ്? 1 by T saturation HFG divided by VFG. അതിനകത്ത് HFG നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ VFGക്ക് പകരം VG ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ ക്ലേപ്രോൺ ഇക്വേഷൻ കിട്ടും. ഇനി അത് നമ്മൾ ഐഡിയൽ ഗ്യാസിനാകുമ്പോഴത്തേക്ക് ക്ലോഷ്യസ് ക്ലേപ്രോൺ ആവും എന്ന് പറഞ്ഞായിരുന്നു. ഐഡിയൽ ഗ്യാസിന്റെ കൺസെപ്റ്റ് എന്താ? പി വി ഈസ് ഈക്വൽ ടു ആർ ടി. വി നോ സ്പെസിഫിക് വോളിയം ആണ്, അതുകൊണ്ടാണ് എം ആർ ടി ഉപയോഗിക്കുന്നത്. ക്യാപിറ്റൽ വി ആണെങ്കിലാണ് നമ്മൾ എം ആർ ടി ഉപയോഗിക്കുന്നത്. അപ്പം ക്യാപിറ്റൽ വി ഡിവൈഡ് ബൈ സ്മോൾ എം ആണ് വി, സ്മോൾ വി അല്ലെങ്കിൽ സ്പെസിഫിക് വോളിയം. അതുകൊണ്ട് നമുക്ക് പി വി ഈസ് ഈക്വൽ ടു ആർ ടി വിളിക്കാം. ഇവിടെ നമ്മൾ സാച്ചുറേറ്റഡ് റീജിയനിൽ കളിക്കുന്നതുകൊണ്ട് പി സാച്ചുറേറ്റഡ് ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ടി സാച്ചുറേറ്റഡ്. ഓക്കെ, അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ആർ ടി ഡിവൈഡ് ബൈ പി അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇവിടെ പറഞ്ഞേക്കുന്ന വി ജിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ആർ ടി സാച്ചുറേഷൻ ഡിവൈഡ് ബൈ പി സാച്ചുറേഷൻ ആക്കുമ്പോഴാണ് ഈ ഇക്വേഷൻ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത് നമ്മൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എന്താ ആ കാര്യം നമ്മൾ എഴുതാം? ഡി പി ഡിവൈഡഡ് ബൈ ഡി ടി. പ്രഷറും ടെമ്പറേച്ചറും ആണ്. പ്രഷറും ടെമ്പറേച്ചറും നമ്മുടെ ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ് ആണ്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. ഡി പി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി ഈസ് ഈക്വൽ ടു എന്താ? 1 ഡിവൈഡ് ബൈ ടി സാച്ചുറേഷൻ ഡിവൈഡഡ് ബൈ എച്ച് എഫ് ജി ഡിവൈഡഡ് ബൈ വി എഫ് ജി. ഓക്കെ, ഡി പി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ ടി സാച്ചുറേഷൻ ഇൻറ്റു എച്ച് എഫ് ജി ഡിവൈഡ് ബൈ വി എഫ് ജി. പിന്നെ ബാക്കിയുള്ള ഇക്വേഷൻസ്, ഈ ക്ലേപ്രോൺ ഇക്വേഷനും ക്ലോഷ്യസ് ക്ലേപ്രോൺ ഇക്വേഷനും നമുക്ക് ഈസി ആയിട്ട് ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും, കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത്രയും മനസ്സിലാക്കണം. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് മോളിയർ ഡയഗ്രാം. അപ്പോൾ മോളിയർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ചാർട്ടാണ്, ഒരു ഗ്രാഫാണ്. ഇതിനകത്ത് എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പിയുടെ വാല്യൂസ് ഉണ്ടാവും, എക്സ് ആക്സിലും വൈ ആക്സിലും. ഈ ചാർട്ടിന്റെ പ്രത്യേകത, ഇതിനകത്ത് പ്രഷർ ലൈൻസ് ഉണ്ട്, കോൺസ്റ്റന്റ് പ്രഷർ ലൈൻസ് ഉണ്ട്. ഇത് കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ, ഈ വയലറ്റ് കളറിൽ കാണിച്ചേക്കുന്ന കോൺസ്റ്റന്റ് പ്രഷർ ലൈൻസ് ആണ്. ശരിക്കുള്ള ഗ്രാഫിനകത്ത് ഒരുപാട് ഇങ്ങനെ ഒരുപാട് വരകളുണ്ടാവും. നമ്മൾ അതെടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കാൻ പാടായിരിക്കണം. ഞാൻ ഈ ഒരു കുഞ്ഞു ഗ്രാഫ് എടുത്തത്, ഇതിനകത്ത് ഈ കോൺസ്റ്റന്റ് പ്രഷർ ലൈൻസ് ഉണ്ട്. ഓക്കെ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ലൈൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ഓറഞ്ച് ലൈൻ, ഈ പിങ്ക് ലൈൻ കാണിക്കുന്നത് അത്രയും സാച്ചുറേറ്റഡ് ലിക്വിഡ് ആണ്. ഇതിന് ഇങ്ങോട്ട് കാണിക്കുന്നത് സാച്ചുറേറ്റഡ് വേപ്പർ ആണ്. അതായത് ഈ ഇവിടെയൊക്കെ സാച്ചുറേറ്റഡ് ലിക്വിഡ് ആണ്, ഇവിടെയൊക്കെ സാച്ചുറേറ്റഡ് വേപ്പർ ആണ്. അതാണ് അത് കാണിക്കുന്നതിന്റെ അർത്ഥം. ഓക്കെ, ക്രിട്ടിക്കൽ പോയിന്റ് കാണിക്കുന്നുണ്ട്, ഇതാണ് ക്രിട്ടിക്കൽ പോയിന്റ് കാണിക്കുന്നത്. പിന്നീട് ക്യൂ എന്ന് പറയുന്ന സാധനം ആക്ച്വലി മാസ് ഫ്രാക്ഷൻ എക്സ് ആണത്. അപ്പം 0.8, 0.7, അതായത് ഈ ഒരു വെറ്റ് റീജിയൻ, ഇതെല്ലാം വെറ്റ് റീജിയനാണ്. ആ വെറ്റ് റീജിയനിൽ മുഴുവൻ നമ്മൾ അവർ പറയുന്നുണ്ട് 0.6, 0.8 എന്ന് പറഞ്ഞ് നമ്മുടെ മാസ് ഫ്രാക്ഷൻസ് അവർ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ചില മോളിയോഗ്രാംസിൽ ഇങ്ങനെ സ്പെസിഫിക് വോളിയവും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നമുക്ക് തൽക്കാലം ഈ ഒരു ഇത്രയും വെച്ചിട്ട് സംഭവം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പം എൻതാൽപ്പി എൻട്രോപ്പിയും കൂടെയാണ് ഇവിടെ മാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു വെറ്റ് റീജിയൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ ടി എന്താ പറയാ, നമ്മുടെ ഈ വയലറ്റ് ലൈനും ഗ്രീൻ ലൈനും കണ്ട് ഇവിടെ പാരലായിട്ട് പോവാം, ഇവിടെ പാരലായിട്ട് പോവാം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വയലറ്റ് ലൈനും ഗ്രീൻ ലൈനും എന്തുകൊണ്ട് പാരലായിട്ട് പോകണം? ഇവിടെ ടി സാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പി സാറ്റ്. അതായത്
ഒരു പർട്ടിക്കുലർ ടി സാറ്റിന് എപ്പോഴും ഒരു പർട്ടിക്കുലർ പി സാറ്റ് വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ ഉള്ളിൽ മാത്രം അങ്ങനെ പോകും. ഇതിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ പോകും, പ്രഷർ ഇങ്ങനെ പോകും, രണ്ട് വഴിക്ക് പോകും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് മനസ്സിലാക്കാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു 5 ബാറ് 5 ബാർ പ്രഷർ 5 ബാർ പ്രഷറിൽ എത്ര ടെമ്പറേച്ചർ, ഒരു 2500 എൻതാൽപ്പി ഉള്ള 5 ബാർ പ്രഷറിൽ 2500 എൻതാൽപ്പി ഉള്ള നമ്മുടെ ഒരു ലിക്വിഡ് എടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വാട്ടർ ഗേഷ്യസ് മിക്സ്ചർ എടുക്കുക. ഓക്കെ, അപ്പം ആ ഒരു പോയിന്റിന് എന്തുമാത്രം ഇതുണ്ട്, ഈ മാസ് ഫ്രാക്ഷൻ ഉണ്ടെന്ന് നമുക്ക് ഈ ഇതിനകത്ത്, കാരണം ഇത് 0.8 മാച്ച് ചെയ്ത് നിൽക്കുന്നത്. ഇതിന്റെ കൂടെ വേറെ ലൈൻസ് ഉണ്ടാവും, 0.81 ഒക്കെ വേറെ ലൈൻസ് ഉണ്ടാവും. അപ്പം കൃത്യമായിട്ട് എത്ര മാസ് ഫ്രാക്ഷൻ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിനുള്ള ടെമ്പറേച്ചർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ കേസിൽ ടെമ്പറേച്ചർ കാണിച്ചിട്ടില്ല, പക്ഷേ ശരിക്കുള്ള കേസിൽ ഇവിടെയൊക്കെ ഉള്ള ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് ഏത് ടെമ്പറേച്ചർ അതിന് കൂടെ പോകണമെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരു സ്റ്റേറ്റിന്റെ ഓൾമോസ്റ്റ് വേണ്ടുന്ന എൻട്രോപ്പി എന്ത് അത് നമുക്ക് ഇവിടെ കിട്ടും. എൻതാൽപ്പി, അങ്ങനെ ഒരു സ്റ്റേറ്റിന് വേണ്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് സ്റ്റീം. ഇത് സ്റ്റീമിന് ഒരു മോളിക്യൂൾ ഡയഗ്രാം ഓരോ പർട്ടിക്കുലർ ഇതിന് വേണ്ടിയിരിക്കും. ഇപ്പോൾ സ്റ്റീമിന് വേണ്ടിയുള്ള മോളിക്യൂൾ ഡയഗ്രാം ആണ്. സ്റ്റീമിനകത്തുള്ള ഈ കൺസെപ്റ്റുകളെല്ലാം ഒരു സ്റ്റേറ്റിനകത്ത് സ്റ്റീമിന്റെ ഉള്ള അവസ്ഥകളെല്ലാം, ബ്രൈറ്റ്നസ് ഫ്രാക്ഷൻ എന്ത്, പ്രഷർ എന്ത്, വോളിയം എന്ത്, ടെമ്പറേച്ചർ എന്ത്, എൻതാൽപ്പി എന്ത്, എൻട്രോപ്പി എന്ത്, എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡയഗ്രമാണ് ഈ പറയുന്ന ഡയഗ്രാം. ഇനി പറയാണ്, ഞാൻ അതിൽ നിന്ന് ഒരു ഐസെൻട്രോപിക് പ്രോസസ്സ് വഴി ഞാൻ അതിന്റെ മാസ് ഫ്രാക്ഷൻ 0.6 ആയിട്ട് മാറ്റി. അപ്പോൾ ഐസെൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി മാറുന്നില്ല. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഇതിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അത് 0.6 എത്തുന്നത്, സോറി ഇത് വരയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് അതിനകത്ത്. ഒരു സ്ട്രെയിറ്റ് ആണെന്ന് വിചാരിക്കുക, 0.6 എന്ന് വിചാരിക്കുക. അപ്പം ആ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ഇതാണ്. അപ്പം ഈ ഒരു സ്റ്റേറ്റ് ചേഞ്ചിൽ എഗെയിൻ നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രഷർ, ടെമ്പറേച്ചർ, ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഗ്രാഫിൽ നിന്ന് തന്നെ കിട്ടും. അതാണ് നമ്മുടെ ഈ മോളിയർ ഗ്രാഫിന്റെ ഒരു സിഗ്നിഫിക്കൻസ്. പിന്നെ ശരിക്കുള്ള ഗ്രാഫിനകത്ത് ഒരുപാട് ലൈൻസ് ഉണ്ടാവും. അത് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കുക, മോളിയർ ഡയഗ്രാം കാണിക്കുമ്പോഴത്തേക്ക് വലിയൊരു മോളിയർ ഡയഗ്രാം കാണും. മിക്ക ആൾക്കാർ ഇതിനകത്ത് അതിനൊന്ന് പ്രോബ്ലംസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ ബേസിക്കലി ഇതാണ് സംഭവം. നമുക്ക് ഒരു പർട്ടിക്കുലർ പ്യൂർ സബ്സ്റ്റൻസിന്റെ മോളിയർ ഡയഗ്രാം ഉണ്ടെങ്കിൽ അതിന്റെ പല സ്റ്റേറ്റിൽ ഉള്ള ടെമ്പറേച്ചർ, എൻതാൽപ്പി, പ്രഷർ തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതാണ് നമ്മുടെ മോളിയർ ഡയഗ്രാം. മോളിയർ ഡയഗ്രത്തിന്റെ വേറൊരു പ്രത്യേകത dH/ds at a constant pressure എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ആയി. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ട്രിപ്പിൾ പോയിന്റിനെ പറ്റി പറഞ്ഞു. F0 ആവുന്ന കേസ്, വാട്ടറും സ്റ്റീമും ഐസും കൂടെ കോഎക്സിസ്റ്റ് ചെയ്യുന്ന കേസിൽ F0 ആണ്. അതായത് ഒരു ഇൻഡിപെൻഡന്റ് ഇന്റൻസീവ് പ്രോപ്പർട്ടി നമുക്ക് വേരി ചെയ്യാൻ പറ്റില്ല. അതായത് അതൊരു പോയിന്റ് ആണ്, ആക്ച്വലി അതൊരു പോയിന്റ് ആണ്. എപ്പോഴാണ് നമ്മൾ ഇന്റൻസീവ് വേഴ്സസ് ഇന്റൻസീവ് പ്ലോട്ട് ചെയ്താൽ, പ്രഷർ ടെമ്പറേച്ചർ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പോയിന്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതൊരു പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. ഇന്റൻസീവ് വേഴ്സസ് എക്സ്റ്റൻസീവിനകത്ത് ലൈനായിട്ട് കിട്ടും, എക്സ്റ്റൻസീവ് വേഴ്സസ് എക്സ്റ്റൻസീവിനകത്ത് ഒരു ട്രയാങ്കിൾ ആയിട്ടായിരിക്കും കിട്ടുന്ന ട്രിപ്പിൾ പോയിന്റ്. ഓക്കെ, പക്ഷേ ട്രിപ്പിൾ പോയിന്റിന്റെ ബേസിക്കലി ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, പ്രഷർ, സ്പെസിഫിക് വോളിയം, അവിടെ മാത്രമേ നമ്മുടെ വാട്ടർ, ഐസും സ്റ്റീമും വാട്ടറുമായിട്ട് മൂന്നുമായിട്ട് കോഎക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതിനെയാണ് നമ്മൾ ട്രിപ്പിൾ പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതാണ് ട്രിപ്പിൾ പോയിന്റ്. ആ ട്രിപ്പിൾ പോയിന്റിന്റെ പ്രഷർ കണ്ടോ, 0.06 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് ഉണ്ടാവുന്നത്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 0.01 ഡിഗ്രി സെൽഷ്യസ് ആണ് ട്രിപ്പിൾ പോയിന്റ് വരുന്ന പ്രഷറും ടെമ്പറേച്ചറും. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ട്രിപ്പിൾ പോയിന്റ്. അപ്പോൾ F0 എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇൻഡിപെൻഡന്റ് ഇന്റൻസീവ് പ്രോപ്പർട്ടി വേരി ചെയ്താൽ വേണ്ട, അതായത് ഒന്നും വെച്ച് നമുക്ക് അതിനെ മാറ്റാൻ വേണ്ടി പറ്റില്ല. അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് 0 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണുള്ളത്. അതൊരു പോയിന്റ് ആണ് ബേസിക്കലി. അതാണ് അത്ര മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് ഐഡിയൽ ഗ്യാസും റിയൽ ഗ്യാസും ഉണ്ടെന്ന് മനസ്സിലാക്കാം. നമ്മൾ ഐഡിയൽ ഗ്യാസിനെ പറ്റി കുറെ സംസാരിച്ച്, അത് കഴിഞ്ഞ് നമ്മൾ വേപ്പറിനെ പറ്റി സംസാരിച്ച്, പിന്നെ നമുക്ക് റിയൽ ഗ്യാസസുകളുടെ ഒരു പ്രത്യേകതയെ പറ്റി സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഐഡിയൽ ഗ്യാസിന് ഇലാസ്റ്റിക് കൊളിഷൻ ആയിരിക്കും പാർട്ടിക്കിൾസ് തമ്മിൽ. അതിന്റെ പാർട്ടിക്കിൾസ് തമ്മിൽ ഇലാസ്റ്റിക് കൊളിഷൻ ആയിരിക്കും. പക്ഷേ റിയൽ ഗ്യാസ് ആകുമ്പോൾ ഇലാസ്റ്റിക് കൊളിഷൻ ആയിരിക്കത്തില്ല. ഓക്കെ, അതുപോലെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നും ഇല്ല എന്നാണ് ഐഡിയൽ ഗ്യാസ് നമ്മൾ അസ്യൂം ചെയ്തതാണ്. നമ്മൾ ആ ഇക്വേഷൻ P v =
MRT ഒക്കെ നമ്മൾ എഴുതുന്നത്. പക്ഷേ ആക്ച്വലി എന്താ, പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്. പാർട്ടിക്കിൾസിന് ഫിക്സഡ് ആയിട്ട് വോളിയമോ മാസോ ഇല്ല എന്ന് അസ്യൂം ചെയ്യാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ റിയൽ ഗ്യാസിന് ഫിക്സഡ് വോളിയമോ മാസോ ഉണ്ടാവും. ഐഡിയൽ ഗ്യാസ് അല്ല ശരിക്കുള്ള ഗ്യാസ്. ശരിക്കുള്ള നമ്മുടെ റിയൽ ലൈഫിൽ നമുക്കുള്ളത് റിയൽ ഗ്യാസുകളാണ്. റിയൽ ഗ്യാസ് ആവുമ്പോൾ അതിനെ ആ ഐഡിയൽ ഗ്യാസ് ഇക്വേഷന് ചെറിയ വ്യതിയാനം വരും. അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം. വാണ്ടർ വാൾസ് ഇക്വേഷൻ ആണ് ഒരു ഇക്വേഷൻ നമ്മളത് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. വാണ്ടർ വാൾസ് ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ P plus A divided by V square into V minus B is equal to RT എന്നുള്ളൊരു ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. P plus A divided by V square into V minus B is equal to RT. അപ്പം PV is equal to RT എന്നുള്ളത് മാറിയിട്ട് P plus A by V square into V minus B ആണ് RT. എന്തുകൊണ്ട് MRT മാറിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. V divided by M സ്മോൾ v ആണ്. അതുകൊണ്ടാണ് അങ്ങനെ PV is equal to RT എന്നുള്ള ഫോർമുല മാറുന്ന പോലെ P യിൽ നിന്ന് സംതിങ് ആഡ് ചെയ്യുന്നു, V യിൽ നിന്ന് സംതിങ് സബ്ട്രാക്ട് ചെയ്യുന്നു. V യിൽ നിന്ന് B സബ്ട്രാക്ട് ചെയ്യുന്നു, P യിൽ നിന്ന് A ഡിവൈഡ് ബൈ V സ്ക്വയർ ആഡ് ചെയ്യുന്നു. ഓക്കെ, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇതിനകത്ത് മോൾസിലാണോ ഇത് കൊടുത്തേക്കുന്നത് അതോ എന്താ പറയുക നമ്മുടെ മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാമിലാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴും അതിനകത്തുള്ള എല്ലാ യൂണിറ്റുകളും ഈക്വൽ ആണ്. അതിനകത്തുള്ള എല്ലാ തന്നേക്കുന്ന ഓരോ ബി ആണെങ്കിലും വി ആണെങ്കിലും എ ബൈ വി സ്ക്വയർ ആണെങ്കിലും എല്ലാത്തിൻ്റെയും യൂണിറ്റ്സ് സെയിം ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ഈ വാണ്ടർ വാൾസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇതിനകത്ത് ആർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഇതിനകത്ത് ആർ ബാർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം. പിന്നെ റിയൽ ഗ്യാസ് ഹൈ ടെമ്പറേച്ചറിലും ലോ പ്രഷറിലും ഐഡിയൽ ഗ്യാസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. അപ്പം റിയൽ ഗ്യാസ് എന്നിട്ട് അതിന് ഭയങ്കര ഹൈ ടെമ്പറേച്ചറും വളരെ ചെറിയ ലോ ആയിട്ടുള്ള പ്രഷറാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഐഡിയൽ ഗ്യാസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് സ്റ്റഡീസ് നടത്താൻ വേണ്ടി പറ്റും. അതൊന്നും ഓർത്തിരിക്കേണ്ട കാര്യം. പിന്നീട് നമ്മൾ പറയുന്നതായിരുന്നു പി വി ഈസ് ഈക്വൽ ടു ആർ ടി ആണ് ഐഡിയൽ ഗ്യാസ്. ഈ പി വി ഈസ് ഈക്വൽ ടു സംതിങ് ഇൻറ്റു ആർ ടി ആയിരിക്കും റിയൽ ഗ്യാസ്. ഈ സംതിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ. ഓക്കെ, അപ്പോൾ കംപ്രസിബിലിറ്റി ഫാക്ടർ ഈസ് എന്ന് പറഞ്ഞാൽ 1 ആയ ഐഡിയൽ ഗ്യാസ് ആയിരിക്കും. 1ന് മേളിലാവാം, 1ന് താഴെയാവാം. 1ന് താഴെയാവും, ലെസ് ദാൻ 1. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയാനുള്ളത്, കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന പേരുണ്ടെങ്കിലും കംപ്രസിബിലിറ്റി ഫാക്ടർ കൂടിയ ടൈപ്പ് ഓഫ് ഗ്യാസുകളെയാണ് വീണ്ടും കംപ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. കംപ്രസിബിലിറ്റി ഫാക്ടർ കൂടിയ ഗ്യാസിനെയാണ് കംപ്രസ് ചെയ്യാൻ വീണ്ടും പാട്. പിന്നെ നമുക്ക് ഐഡിയൽ ഗ്യാസിന്റെ മിക്സ്ചറിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു കണ്ടെയ്നർ ഉണ്ട്, അതിൽ പല ടൈപ്പ് ഗ്യാസ് ഉണ്ട്. ഇപ്പം എന്താ പറയുക, നമ്മളെ ഈ ബ്ലൂ കളർ ഉള്ള ഗ്യാസ് മോളിക്യൂൾസ് ഉള്ള ഒരു ഗ്യാസ് ഉണ്ട്, ഗ്രീൻ കളർ ഉള്ള ഒരു ഗ്യാസ് ബി ഉണ്ട്, ഗ്യാസ് 1, ഗ്യാസ് 2 ഉണ്ട്. പിന്നെ യെല്ലോ കളർ, ഓറഞ്ച് കളറുള്ള ഗ്യാസ് ഉണ്ട്. ഗ്യാസ് 1, ഗ്യാസ് 2, ഗ്യാസ് 3 ഇതെല്ലാം ഐഡിയൽ ഗ്യാസസ് ആണ്. ഓക്കെ, ഈ ഗ്യാസ് 1ന് M1 മാസ് എന്നതുള്ളത്, ഗ്യാസ് 2ന്റെ M2 മാസ് ആണുള്ളത്, ഗ്യാസ് 3യുടെ M3 മാസ് ആണ് എന്നതുള്ളതെന്ന് വയ്ക്കുക. ഓക്കെ, ഗ്യാസ് 1ന് CP1 ആണ് ഗ്യാസ് 1ന്റെ സ്പെസിഫിക് വാല്യൂ, CP2 ആണ് ഇവിടെ വരുന്നത്, ഇവിടെ CP3 ആണ് വരുന്നത്. അതേപോലെ CV1, CV2, CV3. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഗ്യാസ് ആണ് M1, CP1, CV1. അങ്ങനെ R1 വാല്യൂ ഉള്ള ഒരു ഗ്യാസ്, R2 വാല്യൂ ഉള്ള ഒരു ഗ്യാസ്, R3 വാല്യൂ ഉള്ള വേറൊരു ഗ്യാസ്. ഓക്കെ, അപ്പോൾ അതായത് അതും കൂടെ നമുക്ക് എഴുതാം, R1, R2, R3. ഓക്കെ, അതേപോലെ ഈ ഗ്യാസിനുണ്ടാകുന്ന ഇന്റേണൽ എനർജി U1, എൻതാൽപ്പി 1 H1, ഇവിടെ U2, H2, അങ്ങനെ ഒരുപാടുണ്ട്, നമ്മൾ എല്ലാം കൂടെ എഴുതുന്നില്ല. U2, H2 അങ്ങനെയുള്ള പ്രോപ്പർ. അപ്പം നമുക്ക് ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ നമുക്ക് കിട്ടും എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പം R ഇക്വലന്റ്, അതായത് ഈ 3 ഗ്യാസുകൾ 3 ആണെങ്കിലും ഇനി നമുക്ക് ഒരു പർട്ടിക്കുലർ ഗ്യാസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമെങ്കിൽ, ഇതിന് ഇക്വലന്റ് ആയിട്ടൊരു ഗ്യാസ് കൺസിഡർ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഗ്യാസിനുള്ള R, ഇപ്പം നമ്മൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കേസ് നമ്മൾ പറഞ്ഞു,
ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സ്പ്രിങ് അവിടെ വെച്ച് കഴിഞ്ഞാൽ 3 സ്പ്രിങ്ങിന് പകരം അപ്പം അതെന്ത് മാറും, ബാക്കി 3 ചെയ്യുന്ന അതേ സംഭവം തന്നെ ഈ ഒരു സ്പ്രിങ് ചെയ്യും. അതേപോലെ ഈ 3 ഗ്യാസും ചെയ്യുന്ന കാര്യം തന്നെ ഈ ഒരൊറ്റ ഗ്യാസ് ചെയ്യുന്നെങ്കിൽ ആ ഗ്യാസിന് ആർ ഈക്വലന്റ് എന്ത്, സി പി ഈക്വലന്റ് എന്ത്, സി വി ഈക്വലന്റ് ഉണ്ട്. സിമ്പിൾ ഇക്വേഷൻ ആണ് M1 R1 + M2 R2 + M3 R3 M1 + M2 + M3. അതുപോലെ CP1 CV1 CPക്കും CVക്കും അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം R ഈക്വലന്റ്, CP ഈക്വലന്റ്, CV ഈക്വലന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്രഷർ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ P1 + P2 + P3 ആണ്. ഡാൽട്ടൺസ് പാർഷ്യൽ പ്രഷർ ലോ ഉണ്ട്, നമ്മൾ +1 പഠിച്ചിട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണ് പി ടോട്ടൽ എന്ന് പറഞ്ഞാൽ P1, അതായത് ഫസ്റ്റ് ഗ്യാസ് എക്സെർട്ട് ചെയ്യുന്ന പ്രഷർ പ്ലസ് സെക്കൻഡ് ഗ്യാസ് എക്സെർട്ട് ചെയ്യുന്ന പ്രഷർ പ്ലസ് തേർഡ് ഗ്യാസ് എക്സെർട്ട് ചെയ്യുന്ന പ്രഷർ. ഇന്റർണൽ എനർജി ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇന്റർണൽ എനർജി 1, ഇന്റർണൽ എനർജി 2, ഇന്റർണൽ എനർജി 3 സമ്മാണ് ഇന്റർണൽ എനർജി ടോട്ടൽ. ഓക്കെ, എൻതാൽപ്പി ടോട്ടൽ എന്ന് പറഞ്ഞാൽ H1 + H2 + H3. ഓക്കെ ഓക്കെ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, U1 എന്ന് പറഞ്ഞാൽ എന്താ, CV × T ആണ്, T1. അപ്പം U2 എന്ന് പറഞ്ഞാൽ CV1, U2 എന്ന് പറഞ്ഞാൽ CV2 × T2. ഓക്കെ, CV3 × T3. പക്ഷേ ഈ U1, U2, U3 ഡിഫറെൻ്റ് ആണ്, പക്ഷേ ഈ ടെമ്പറേച്ചറുകൾ ഡിഫറെൻ്റ് അല്ല. ഈ CV-യുടെ വേരിയേഷൻ ആണ് ഈ 3 ഇന്റേണൽ എനർജീസ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ CP-യുടെ വേരിയേഷൻ ആണ് 3 എന്തൽപി ചേഞ്ച് ഉണ്ടാകുന്നത്. ടെമ്പറേച്ചർ 3 ടെമ്പറേച്ചർ സെയിം, കാരണം തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് ഈ സംഭവിക്കുന്നത്. അവിടെ ടെമ്പറേച്ചർ T1 = T2 = T3 = T എന്ന് വിളിക്കാം. അതേപോലെ വോളിയം, ഈ ഗ്യാസ് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം തന്നെയാണ് ഈ ഗ്യാസ് ഒക്കുപ്പൈ ചെയ്യുന്നത്, അതേ വോളിയം തന്നെയാണ് ഈ ഗ്യാസ് ഒക്കുപ്പൈ ചെയ്യുന്നത്. സോ V = V1 = V2 = V3. അത് ഓർക്കുക. മാസ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ M1 + M2 + M3 ആണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ R ഈക്വലന്റ്, CP ഈക്വലന്റ്, CV ഈക്വലന്റ്, M എങ്ങനെ കണ്ടുപിടിക്കുന്നത്, Tയും Vയും കോൺസ്റ്റന്റ് ആണ്. പിന്നെ P സം ഓഫ് പ്രഷേഴ്സ്, ഇന്റർണൽ എനർജി സം ഓഫ് പ്രഷേഴ്സ്, എൻതാൽപ്പി സം ഓഫ് പ്രഷേഴ്സ്. ഇത്രയാണ് ഐഡിയൽ ഗ്യാസ് മിക്സ്ചറിനകത്ത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിനെ നമ്മൾ PV ഡയഗ്രമായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇവിടെ VT ഡയഗ്രം തന്നിട്ടുണ്ട്. ഈ VT ഡയഗ്രത്തിനെ എങ്ങനെ നമുക്ക് PV ഡയഗ്രമായിട്ട് കൺവേർട്ട് ചെയ്യാം എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഈ ഡയഗ്രത്തിനകത്ത് CA എന്ന് പറയുന്നത് ഐസോതെർമൽ പ്രോസസ് ആണ്. ഓക്കെ, AB എന്ന് പറയുന്ന പ്രോസസ് V × ലീനിയർ പ്രോസസ് ആണ്. പോട്ടെ, B2C എന്ന് പറയുന്ന പ്രോസസ് എന്താണ്? B2C എന്ന് പറയുന്ന പ്രോസസ് ഐസോകോറിക് ആണ്. അപ്പൊ നമുക്ക് BC ആദ്യമേ എടുക്കാം, കാരണം ഇത് ഇവിടെ നമുക്ക് വോളിയം ആണ് ഒരു എക്സസറി കൊടുത്തേക്കുന്നത്. ഐസോകോറിക് എന്ന് പറഞ്ഞാൽ വോളിയം കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പം B ഇവിടെ വന്നതിന് സ്ഥിതിക്ക് ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വന്നെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും വെർട്ടിക്കൽ ലൈൻ വരണം. അതുകൊണ്ട് ഇവിടെ ആണ് C വരിക. അപ്പം B2C ഇതാണ് ആ പ്രോസസ്, നമുക്ക് മനസ്സിലായി. ഓക്കെ, പിന്നീട് ഞാൻ പറഞ്ഞു CA എന്ന് പറയുന്നത് ഒരു ഐസോതെർമൽ പ്രോസസ് ആണ്. CA എന്ന് പറയുന്നത് ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ് ആണ്. ഐസോതെർമൽ പ്രോസസിന്റെ പ്രത്യേകത എന്താണ്? PV is a constant അല്ലേ? PV കോൺസ്റ്റന്റ് അല്ലേ? PV കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഒരു ലീനിയർ ലൈൻ നമുക്ക് ഉണ്ടാവത്തില്ല. Pയിലും Bയും വരയ്ക്കുമ്പോഴത്തേക്ക് ഒരു കർവ് ലൈൻ മാത്രമേ നമുക്ക് ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ Cയിൽ നിന്ന് Aയിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വോളിയം ഡിക്രീസ് ആവുന്ന രീതിയിൽ ഒരു കർവ് ലൈൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് Cയിൽ നിന്ന് Aയിലേക്ക് ഒരു കർവ് ലൈൻ വോളിയം ഡിക്രീസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ Aയിലേക്ക് എത്തി. അതാണ് ഐസോതെർമൽ പ്രോസസ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എയിലെയും ബിയിലെയും പ്രോസസ്. A to B ഒരു ലീനിയർ പ്രോസസ് ആണ്. ലീനിയർ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? V proportional to T നമുക്ക് പറയാൻ പറ്റും. V proportional to T എങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത്? V proportional to T ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി എന്താണ്? PV is equal to RT ആണ്. ഓക്കെ, അപ്പം V is equal to R/P into T നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം V proportional to T എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ R/P എന്ന് പറഞ്ഞ സാധനം കോൺസ്റ്റന്റ് എന്നാണ് എൻ്റെ അർത്ഥം അല്ലേ? അവന്റെ അർത്ഥം എന്താ? P കോൺസ്റ്റന്റ് ആണെങ്കിൽ R കോൺസ്റ്റന്റ് ആണ് ഓൾറെഡി, പക്ഷെ Pയും കോൺസ്റ്റന്റ് ആണ്. P കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? അതൊരു ഐസോബാറിക് പ്രോസസ്. ഐസോബാറിക് പ്രോസസ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, പാരലൽ ടു V അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു P ആക്സിസ്. അതാണ് നമ്മുടെ ഈ പറയുന്ന AB. നമുക്ക് അങ്ങനെയാണ് ഡയഗ്രത്തിൽ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് കിട്ടുന്നത്? നമുക്ക് ഒരു PV ഡയഗ്രം കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻസ് ഉപയോഗിച്ചും നമ്മുടെ ലോജിക് ഉപയോഗിച്ചും ആണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഓക്കെ, എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് റീവിസിറ്റ് ചെയ്ത് റിവിഷൻ ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കുക. നമുക്ക് ഇങ്ങനെ PV ഡയഗ്രം ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. എയർ ഈസ് പാസിംഗ് സ്റ്റെഡിലി ത്രൂ എ പൈപ്പ്. സ്റ്റെഡിലി ആയിട്ട് എയർ പാസ് ചെയ്യുന്നത് പൈപ്പിലൂടെ പാസ് ചെയ്ത് പോവാണ്. ഓക്കെ, അവിടെ ബൗണ്ടറി വർക്ക് ഉണ്ടോ, ഫ്ലോ വർക്ക് ഉണ്ടോ? ബൗണ്ടറി വർക്ക് 0,
ഫ്ലോ വർക്ക് നോൺ സീറോ ആണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ബൗണ്ടറി വർക്ക് ഇല്ല, ഫ്ലോ വർക്ക് ബൗണ്ടറി വർക്ക് ഉണ്ട്, ഫ്ലോ വർക്ക് ഇല്ല എന്നെണ്ണം. അതേപോലെ സി ബൗണ്ടറി വർക്കും ഇല്ല, ഫ്ലോ വർക്കും ഇല്ല. ഡി എന്ന് പറഞ്ഞാൽ ബൗണ്ടറി വർക്കും ഉണ്ട്, ഫ്ലോ വർക്കും ഉണ്ട്. അത് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് ഒരു ആൻസറിലെത്ത്. അതിനുശേഷം നമുക്ക് ആൻസർ ഞാൻ പറഞ്ഞു. സി, ഒരു ഫ്ലോ പ്രോസസ്സിന്, ഒരു പൈപ്പിലൂടെ ഒരു ഫ്ലോ നടക്കണമെങ്കിൽ തന്നെ അതിന് വേണ്ട സാധനമാണ് ഈ പറയുന്ന ഫ്ലോ എനർജി അല്ലെങ്കിൽ ഫ്ലോ വർക്ക്. അതിന്റെ വാല്യൂ പി വി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പറ്റി. എന്തെങ്കിലും ഒരു ബൗണ്ടറി, ഇതിപ്പോ ഒരു ബലൂൺ ആണ്, ഈ ബലൂൺ ഇവിടെ എക്സ്പാൻഡ് ആവുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് പറയാം ഒരു ബൗണ്ടറി വർക്ക് ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ബൗണ്ടറീസ് ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. ആദ്യത്തെ ഒരു എക്സ്പാൻഷൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, അവിടെ ഒരു ബൗണ്ടറി വർക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആൻസർ എന്താണ്? ഫ്ലോ വർക്ക് ഉണ്ട്, പക്ഷെ ബൗണ്ടറി വർക്ക് ഇല്ല. ആൻസർ ഓപ്ഷൻ എ ആണ് കൃത്യമായ ആൻസർ. ഓക്കെ അല്ലേ? അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു kg of a monoatomic ideal gas is taken through a reversible cycle ABC. ABC reversible cycle വന്നിട്ടുണ്ട്. A to B constant volume, constant volume process. B to C ഒരു പ്രോസസ് ആണ്. C to A constant pressure process. As shown in figure. The process BC is adiabatic. ഇത് PV തന്നിട്ടുണ്ട്. PV raised to gamma is a constant. ഇതൊരു adiabatic പ്രോസസ് ആണ്. ഇവർ ഓൾറെഡി പറയുന്നുണ്ട്. ടെമ്പറേച്ചർ ഓഫ് പോയിന്റ് എ ബി സി തന്നിട്ടുണ്ട്. എയിലെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ബിയിലെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, സിയിലെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ദ വർക്ക് ഡൺ പെർ സൈക്കിൾ എത്ര ജൂൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആറിന്റെ വാല്യൂ വരെ തന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഇത് നോക്കാതെ, സൊല്യൂഷൻ നോക്കാതെ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ ക്വസ്റ്റ്യൻ. അപ്പൊ ചെയ്തിട്ട് വന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു സൈക്കിളിലെ പ്രോസസ്സിലെ വർക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒരു പ്രോസസ്സിന്റെ വർക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് ബി സി എന്ന് പറയുന്ന പ്രോസസ് ചെയ്ത വർക്ക് എന്താണ്? ഈ ബി സി എന്ന് പറയുന്ന ലൈൻ ഈ ബിയുമായിട്ടുണ്ടാക്കുന്ന ഏരിയ പി ഡി വി വർക്ക്. എന്തുകൊണ്ട് നമ്മൾ പി ഡി വി വർക്ക് എടുക്കുന്നത്? ബി ഡി വി മൈനസ് ബി ഡി പി എടുക്കാതെ പി ഡി വി വർക്ക് എടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ്? ഇത് എന്താ പറയാ, ഒരു 1 kg ഓഫ് മോണോ അറ്റോമിക് ഗ്യാസ് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഗ്യാസ് ഇൻഫ്ലോയും ഗ്യാസ് ഔട്ട്ഫ്ലോയും പ്രത്യേകിച്ചില്ല. അപ്പൊ ആ കേസിൽ നമുക്കിതൊരു ഫ്ലോ സിസ്റ്റം എന്ന് മനസ്സിലായി. ഫ്ലോ സിസ്റ്റത്തിന്റെ ബി സി എന്ന് പറയുന്ന അഡയബാറ്റിക് പ്രോസസിന്റെ വർക്കാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഓക്കെ. പിന്നീട് എന്താ, എ സി എന്ന് പറയുന്ന ആ ഒരു റെക്ടാങ്കിൾ ഉണ്ട്. ആ ഒരു എ സി എന്ന് പറയുന്ന റെക്ടാങ്കിൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. എ സി എന്ന് പറയുന്ന സാധനത്തിന്റെ ആ ഒരു ഏരിയ സബ്ട്രാക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ സൈക്കിൾ വർക്ക് കിട്ടും. ഈ പ്രോസസ്സിലെ വർക്ക് വെച്ചാൽ ബി സി മാത്രം ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബി സി ചെയ്തിട്ട് എ സിയുടെ വർക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ എ ബിയിൽ വർക്ക് ഒന്നും ഇല്ലതാണ്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് വർക്ക് അറ്റ് ബി സി ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പി ബി വി ബി മൈനസ് പി സി വി സി ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. നമുക്ക് ആൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ പി വി എന്ന് പറഞ്ഞാൽ എം ആർ ടി ആയതുകൊണ്ട് ഇത് നമുക്ക് മാറ്റി എം ആർ ഇൻറ്റു, ഞാൻ പറഞ്ഞു പി വി ഈ ഇക്വേഷൻ മാത്രം പഠിക്കരുത്, ഇത് ആർ ടി ആയിട്ട് കൺവേർട്ട് ചെയ്ത ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ഞാൻ പറഞ്ഞു. സോ എം ആർ ഇൻറ്റു ടി ബി മൈനസ് ടി സി ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. ടി ബി തന്നിട്ടുണ്ട്, ടി സി തന്നിട്ടുണ്ട്. ഗാമയുടെ വാല്യൂ നമുക്കറിയാം, 1.6 ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ. ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, 0.5 കിലോ ജൂൾ തന്നിട്ടുണ്ട്. മാസ് തന്നിട്ടുണ്ട്, 1 kg ആണ് തന്നിട്ടുണ്ട്, 1 kg തന്നിട്ടുണ്ട്. മോണോറ്റോമിക് ഗ്യാസ് തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഗാമ 1.6 ആയത്? മോണോറ്റോമിക് ഗ്യാസ് ആയിരുന്നു. ബയോറ്റോമിക് ആണെന്നെങ്കിൽ 1.4 വന്നത് നമ്മൾ ആൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഓക്കെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത്, നമുക്ക് ഡബ്ല്യു ബി സിയിലെ വർക്ക് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സി എയിലെ വർക്ക് അതിനകത്ത് നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. അല്ലെങ്കിൽ എ നിന്ന് സിയിൽ നിന്ന് എയിലേക്കുള്ള വർക്ക് ഒരു നെഗറ്റീവ് വർക്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആഡ് ചെയ്താൽ മതി. പോസിറ്റീവ് വർക്ക് ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യും. റെക്ടാങ്കിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യണം, അതാണ് ബേസിക് കൺസെപ്റ്റ്. ഓക്കെ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താ, ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണ്. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിൽ പി ഇൻറ്റു വി എ മൈനസ് വി സി, അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് ഇൻ വോളിയം ഇൻറ്റു പ്രഷർ ആണ് നമുക്ക് വരുന്നത്. ആ പി വി എന്ന് പറഞ്ഞാൽ എം ആർ ടി തന്നെ ആയതുകൊണ്ട് എം ആറിന് ടി എ മൈനസ് ടി സി നമുക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ. ഇവിടെ നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടും. ടി എ എന്ന് പറഞ്ഞ സാധനത്തിന്റെ വാല്യൂ ഉള്ള ഈ 300 ആണ് ടി എ, ടി സി എന്ന് പറഞ്ഞാൽ 450 ആണ്. അപ്പോൾ ടി എ മൈനസ് ടി സി ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ആവും. സോ നമുക്ക് ആഡ് ചെയ്താൽ മതി. പക്ഷേ ബേസിക്കലി സംഭവം എന്ന് പറഞ്ഞാൽ ഈ സാധനം എന്താണ് കിട്ടുന്നത്, അപ്പോൾ അതിന്റെ ഏരിയ, അതിന്റെ കൂടെ ഈ കിട്ടുന്ന സാധനത്തിന് മാഗ്നിറ്റ്യൂഡ് സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയയിലോട്ട്, രണ്ട് ഐഡിയയും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇത് സബ്ട്രാക്ട് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 37.5 കിലോ ജൂൾ എന്നൊരു ഉത്തരം കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? സിമ്പിൾ ആണല്ലോ, എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്.
അടുത്തത് നമുക്ക് ഒരു ഫ്ലോ പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഓപ്പൺ സിസ്റ്റത്തിലെ പ്രോസസ്സ് നമുക്ക് നോക്കാം. അതിൻ്റെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. A compressed air at 1 megapascal pressure, 400 Kelvin temperature flows through a large pipe. ഒരു ലാർജ് പൈപ്പിൽ കൂടെ ഫ്ലോ ചെയ്യണം. An evacuated rigid tank of 0.5 meter cube volume is connected to the pipe through a valve. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്ന ആ ഒരു പടം പഠിച്ചായിരുന്നു. ഞാൻ വീണ്ടും ഒന്ന് ജസ്റ്റ് ഒരു ഡയഗ്രാം പോലെ വരച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഒരു പൈപ്പിൽ കൂടെ പോണ്, ഇതൊരു ടാങ്കിലോട്ട് വന്ന് കയറുക. ഓക്കെ ഓക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇത് 1 മെഗാപാസ്കൽ പ്രഷറിൽ പോണ 400 കെൽവിൻ ടെമ്പറേച്ചർ ആണ് ഈ പറഞ്ഞ ഇതിനകത്തുള്ള പ്രഷർ. ഈ പോകുന്ന സാധനത്തിനുള്ള ആ ഇൻലെറ്റ് ആയിട്ട് പോകുന്ന ഇതിന്റെ എന്തായാലും നമുക്കറിയാം. ഇവിടെ ഒരു വാൽവ് ഉണ്ട്. ആ വാൽവിനകത്ത് പുറത്തോട്ട് വരാൻ പറ്റില്ല, അകത്തോട്ട് മാത്രമേ കയറാൻ പറ്റൂ, നമുക്കറിയാം. ഓക്കെ ഓക്കെ ദ വാൽവ് ഈസ് ഓപ്പൺ to fill the tank and the valve closes automatically when the tank pressure reaches 1 megapascal. ഓക്കെ, അപ്പം ആദ്യമേ ഇതിനകത്ത് എന്താ ഉള്ളത്? ഇവാക്യുവേറ്റഡ് ആണ്. ഇവാക്യുവേറ്റഡ് ആകുമ്പോൾ എന്തും മാസ് ഒന്നും ആദ്യമില്ല. പിന്നെ എന്ന് കയറി കുറെ കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ടാങ്ക് ഫില്ലായി. എത്ര പ്രഷറായി? 1 മെഗാപാസ്കൽ പ്രഷർ ടാങ്കിനകത്ത് എത്തുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വാൽവ് ക്ലോസ് ആയി. ചോദ്യം, ഫൈനൽ ടെമ്പറേച്ചർ ഇൻ ദ ടാങ്ക് കൺസിഡറിങ് 50 കിലോ ജൂൾ പെർ കിലോഗ്രാം ഓഫ് ഹീറ്റ് ഈസ് റിജക്റ്റഡ് ടു സറൗണ്ടിങ്. ഹീറ്റ് റിജക്റ്റ് ആയി എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ ക്യൂവും ഡബ്ല്യൂ തന്നിട്ടുണ്ട്. രണ്ടും നമ്മൾ ഇല്ല എന്നുള്ള കേസിന് മാത്രമേ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് T2 = ഗാമ T1 എടുക്കാൻ പറ്റും. T2 ഇപ്പം അതിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് T2 = ഗാമ T1 എടുത്തിട്ട് ആ ഫൈനൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. T1 എന്ന് പറഞ്ഞാൽ T ഇൻലെറ്റ്. പക്ഷേ ഇവിടെ പറ്റത്തില്ല. കാരണം എന്താ? ഹീറ്റ് റിജക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതി തന്നെ നമ്മൾ സോൾവ് ചെയ്യണം. അതാണ് നമ്മുടെ ബേസിക് റിക്വയർമെന്റ്. എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നമ്മൾ പോയി ആ ഓപ്പൺ സിസ്റ്റത്തിന്റെ നമ്മൾ പഠിച്ച സ്ഥലത്തൊന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് മനസ്സിലാക്കിയിട്ട് വന്നാൽ മതി. സിമ്പിളാണ്. M2U2 അതിനകത്തുണ്ടാകുന്ന ഫൈനൽ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇനീഷ്യൽ ഉണ്ടാകുന്ന ഇന്റേണൽ ഈ M1 0 ഒക്കെയാണ്. അല്ല, നമുക്കത് അവസാനം മാറ്റാം. ഞാൻ ഫസ്റ്റ് ജനറൽ ബേസ് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് മാറ്റിയെടുക്കാം. ബാക്കോത്തിന്റെ കേസ് പറയാം. അപ്പം M2U2 എന്ന് പറയുന്ന ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ M1U1 അതിനകത്ത് ആദ്യം ഉണ്ടാകുന്ന ഇന്റേണൽ എനർജി പ്ലസ് അതിനകത്ത് എൻ്റർ ചെയ്യുന്ന എൻതാൽപ്പി. അതിനകത്ത് എൻ്റർ ചെയ്യുന്ന എൻതാൽപ്പി എന്താ? M2 - M1 × HI. അതാണ് അതിനകത്ത് എൻ്റർ ചെയ്യുന്ന എൻതാൽപ്പി. M2 - M1 ആണ് അതിനകത്ത് എൻ്റർ ചെയ്യുന്ന അത്ര എൻതാൽപ്പിയുടെ ഇൻക്രിമെന്റ്. ആ എനർജിയും കൂടെ കൊണ്ട് അത് ഇൻക്രിമെന്റ് ആവുന്നത്. ഓക്കെ, പ്ലസ് ഹീറ്റ് മൈനസ് വർക്ക്. അത് എപ്പോഴും ഉള്ള സാധനം. അപ്പം M2U2 = M1U1 + M2 - M1 × HI + Q - W. ഓക്കെ, ഇതെല്ലാം റേറ്റുകളാണ്. പിന്നെ നമ്മൾ മാസ് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ കിലോ ജൂൾ പെർ കിലോഗ്രാം ആയിട്ട് മാറും. അപ്പോൾ മാസ് ഡിവൈഡ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ M2U2 ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ സീറോ ആക്കുന്ന? നമുക്ക് ഇനിഷ്യലി മാസ് ഇല്ല, 0. ഇത് 0. ഓക്കെ, അപ്പം പിന്നെ വർക്കില്ല, അതും 0. അപ്പം M2U2 = M2HI + Q എന്നൊരു ഇക്വേഷൻ നമ്മൾ വന്ന്. ഓക്കെ, M2 വെച്ച് നമ്മൾ, കാരണം Q മാറിയിട്ടില്ല, അപ്പോൾ നമുക്ക് M2 ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ല. നമ്മൾ U2 = HI + സ്മോൾ q. സ്മോൾ q എന്ന് പറഞ്ഞാൽ എന്താ? Q / M2. ആ ക്യൂവിന്റെ വാല്യൂ ആണ് നമ്മൾ തന്നിരിക്കുന്നത്. കിലോ ജൂൾ പെർ കിലോഗ്രാമിൽ തന്നെ തന്നിരിക്കുന്നത്. അപ്പം അത് ഡയറക്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ അല്ലേ? പിന്നെ U2 എന്ന് പറഞ്ഞാൽ എന്താണ്? CVTP. HI എന്ന് പറഞ്ഞാൽ എന്താണ്? CPTI. ഒക്കെ നമുക്കറിയാം. പ്ലസ് Q. അപ്പം T2 = ഗാമ T1. CV/CV ഗാമയുണ്ട്. ഗാമ TI + Q / CV. അങ്ങനെ നമുക്ക് ആൻസർ ഈ ഓക്കെ, Q റിജക്റ്റ് ആണ് ചെയ്യുന്നത്. ഹീറ്റ് റിജക്റ്റ് ആവുന്നതുകൊണ്ട് Q നമ്മൾ മൈനസ് കൊടുക്കണം. ഓക്കെ, അടുത്തോട്ട് വരുന്ന ഹീറ്റ് പോസിറ്റീവും പുറത്ത് പോകുന്ന ഹീറ്റ് നെഗറ്റീവ് ആണ്. അപ്പം പുറത്ത് തിരിച്ചാണ് വർക്ക് പുറത്ത് പോകുന്നത് പോസിറ്റീവ്, അകത്തോട്ട് വരുന്നത് നെഗറ്റീവ് ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 490.36 കെൽവിൻ എന്ന് പറയുന്ന ആൻസറിലോട്ട് നമ്മൾ എത്തും. ഓക്കെ അല്ലേ? ഫൈൻ അല്ലേ? അടുത്തത്, second law efficiency of engine is 0.6, whereas its actual efficiency is 0.36. If sink temperature is 310 Kelvin, the source temperature എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ സെക്കൻഡ് ലോ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വൽ എഫിഷ്യൻസി ഡിവൈഡ് ബൈ റിവേഴ്സിബിൾ എഫിഷ്യൻസി. ഇതിനകത്ത് എഫിഷ്യൻസി ഓഫ് റിവേഴ്സിബിൾ സെക്കൻഡ് ലോ എഫിഷ്യൻസി ഓഫ് എഞ്ചിൻ തന്നിട്ടുണ്ട്. സെക്കൻഡ് ലോ എഫിഷ്യൻസി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചോദിച്ചേക്കുന്നത് എന്താണ്? ആക്ച്വൽ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. ചോദിച്ചേക്കുന്നത് ആക്ച്വൽ എഫിഷ്യൻസിയോട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ചോദിച്ചേക്കുന്നത്. സോഴ്സ് ടെമ്പറേച്ചർ ചോദിച്ചേക്കുന്നത്. അപ്പോൾ η2 = η actual / η റിവേഴ്സിബിൾ എന്ന് പറയുന്നതുകൊണ്ട് η റിവേഴ്സിബിൾ എന്താണ്? η actual / η2. അപ്പോൾ η റിവേഴ്സിബിൾ 0.36 / 0.6 ആണ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 - T2/T1. കാരണം ഈ റിവേഴ്സിബിൾ നമുക്കറിയാം. 1 - Q2/Q1 ഉം 1 - T2/T1 റിവേഴ്സിബിൾ ഈക്വൽ ആയിരിക്കും.
സോ 1 മൈനസ് T2 ഡിവൈഡ് ബൈ T1 വന്ന് ആ T2 വന്ന സിങ്ക് ടെമ്പറേച്ചർ 310 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോഴ്സ് ടെമ്പറേച്ചർ ചോദിച്ചേക്കുന്നത് ഈ സാധനം സോൾവ് ചെയ്താൽ T1 775 കെൽവിൻ സിമ്പിൾ ആയിട്ട് കിട്ടും. വളരെ വളരെ സിമ്പിൾ ആയ കാര്യം. ഓക്കെ, അടുത്തത് മൾട്ടിപ്പിൾ കറക്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൾട്ടിപ്പിൾ കറക്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്താണ് ഇത് പറയുന്നത്? ഇതിനകത്ത് ഒന്ന് മോർ ദാൻ വൺ കറക്റ്റ് ആൻസർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. എല്ലാ ക്വസ്റ്റിനും ഞാൻ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് വേണം ആൻസർ എടുക്കാൻ. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻ അത് പറയാൻ മറന്നുപോയി. സ്വന്തമായിട്ട് ചെയ്ത് അത് ഉത്തരം കിട്ടിയതിന് ശേഷം മാത്രം വരികയെങ്കിൽ നമുക്ക് ആ സ്പാർക്ക് ഉണ്ടാകത്തുള്ളൂ. ഇനി അങ്ങോട്ടുള്ള എല്ലാ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ, ഞാൻ പറയാൻ മറന്നു പോയെങ്കിൽ. അപ്പോൾ മൾട്ടിപ്പിൾ കറക്റ്റ് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഒന്ന് പറഞ്ഞേക്കുന്നത് എഫിഷ്യൻസി ഓഫ് എ സ്റ്റീം പവർ പ്ലാന്റ് ഈസ് ആൾവേസ് ലെസ് ദാൻ യൂണിറ്റി. ഓക്കെ, എഫിഷ്യൻസി ഓഫ് എ സ്റ്റീം ടർബൈൻ ഈസ് ഓൾവേസ് യൂണിറ്റി. എഫിഷ്യൻസി സ്റ്റീം ടർബൈൻ ഈസ് ഓൾവേസ് യൂണിറ്റി, അതൊരിക്കലും പറ്റില്ല. എഫിഷ്യൻസി യൂണിറ്റി ആവുന്നത് ഓൾവേസ് യൂണിറ്റി എന്തായാലും പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അത് തെറ്റാണ്. എഫിഷ്യൻസി ഓഫ് എ സ്റ്റീം ടർബൈൻ ഓൾവേസ് യൂണിറ്റി ആവില്ല. COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ആൾവേസ് മോർ ദാൻ യൂണിറ്റി. നമ്മൾ COP ഓഫ് ഹീറ്റ് പമ്പ് എടുത്തിട്ട് നമുക്ക് മനസ്സിലാവും. COP ഓഫ് ഹീറ്റ് പമ്പ് COP ഓഫ് റെഫ്രിജറേഷൻ പ്ലസ് 1 എന്നൊരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 പ്ലസ് സംതിങ് ആണ് എപ്പോഴും വരുന്നത്. റെഫ്രിജറേഷൻ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എപ്പോഴും COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ഓൾവേസ് മോർ ദാൻ യൂണിറ്റി. അത് കറക്റ്റാണ്. COP ഓഫ് റെഫ്രിജറേറ്റർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി. അത് പറയാൻ പറ്റുമോ? ഓൾവേസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി പറയാൻ പറ്റുമോ? അവിടെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു റെഫ്രിജറേറ്റർ എടുത്താൽ റെഫ്രിജറേറ്റർ ചെയ്യുന്ന എന്താ? സിങ്കിനകത്തുനിന്ന് ഒരു വർക്ക് മേടിച്ച് സോഴ്സിലോട്ട് അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറിലോട്ട് കൊടുക്കും. ചില കേസിൽ ഈ വർക്ക് നമ്മൾ കുറച്ച് വർക്ക് കൊടുക്കുമ്പോൾ തന്നെ ഹീറ്റ് കുറെ പോകും. ചില കേസിൽ നമ്മൾ ഒരുപാട് വർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഡിസൈഡ് എഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ ആണ് നമ്മൾ പറയുന്ന COP എന്ന് പറയുന്ന സാധനം. അപ്പോൾ ആ COP എന്ന് പറയുന്ന സാധനം എല്ലാ കേസിലും ഗ്രേറ്റർ ദാൻ യൂണിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. ചില കേസുകളിൽ COP ലെസ് ദാൻ യൂണിറ്റി വേണമെങ്കിൽ ആവാം. അപ്പം ഇത് തെറ്റാണ്. പിന്നെ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല, എഫിഷ്യൻസി ഓഫ് സ്റ്റീം ടർബൈൻ പ്ലാന്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ യൂണിറ്റി. ഓക്കെ, സത്യമാണ്, കറക്റ്റാണ്. അപ്പം ഈ എയും സിയും നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മുടെ ആൻസർ. പിന്നീട് വീണ്ടും ഒരു MSQ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? ഓക്കെ, ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡ്യൂറിങ്, അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പറയും. ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡ്യൂറിങ് എ റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ് ഈസ് ഓൾവേസ് സീറോ. റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓൾവേസ് സീറോ. കറക്റ്റ് ഉത്തരം. Entropy of a system always decreases with the rejection of heat. Entropy of a reversible system എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. സിസ്റ്റം എന്നേ പറയുന്നുള്ളൂ. SGen ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ SGen നല്ല കൂടുതലായിരിക്കും. ആ എൻട്രോപ്പി S2 - S1 നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് SGen എന്നുണ്ടെങ്കിൽ നമുക്ക് ഹീറ്റ് റിജക്ട് ചെയ്താലും എൻട്രോപ്പി ഇൻക്രീസ് ആവത്തേ ഉള്ളൂ അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. Throttling is a constant enthalpy expansion process. നമ്മൾ നേരത്തെ പറഞ്ഞു constant enthalpy process ആണ് expansion process ആണ് throttling. Okay. Entropy of a system always increase with the addition of heat. അത് സത്യമാണ്. നമ്മൾ നോർമൽ ആണെങ്കിലും ഇൻക്രീസ് ആവും, അഡീഷൻ ആകുമ്പോൾ ഇൻക്രീസ് ആവും. പിന്നെ ഇറിവേഴ്സിബിൾ ആണെങ്കിലും ആ ഇൻക്രീസിന്റെ കൂടെ SGen കൂടെ ഇൻക്രീസ് ആവും. അപ്പം അതും ശരിയാണ്. ഓക്കെ, അപ്പം ഇതാണ് മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസറിന്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2 blocks A and B are initially at 300 Kelvin. A heat pump is used to reject heat from A and supply it to B. 1 നിന്ന് B യിലേക്ക് കൊടുക്കാം. The final temperature of block B for minimum work required is. The final temperature of block B for minimum work required. Minimum work required എന്ന് പറഞ്ഞാൽ ഇത് റിവേഴ്സിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഒരു റിവേഴ്സിബിൾ പ്രോസസ് റിവേഴ്സിബിൾ സൈക്കിൾ ആകുമ്പോൾ ഇതിനകത്ത് ടോട്ടൽ എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് 0 ആയിരിക്കും. എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് അപ്പോൾ ΔS1 plus ΔS2, SGen ഒന്നുമില്ല കാരണം റിവേഴ്സിബിൾ ആണ്. ΔS1 plus ΔS2 is equal to 0. ΔS1 വാല്യൂ നമുക്കറിയാം MCLN TF minus 300 TF minus T1. ഇവിടെ TF എന്നിട്ട് പറഞ്ഞിട്ടില്ല. TF 300
ഓക്കെ, അപ്പോൾ ഇതും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് A is 250 Kelvin. ഓക്കെ, അപ്പം ബ്ലോക്ക് ബി ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം എന്താ പറയാ, ഇവിടെ TF 300 TF ആ വാല്യൂ നമുക്ക് അറിയത്തില്ല. ഇവിടെ 300 250 ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും, MCLN 250 ഡിവൈഡ് ബൈ 300 ഇസ് ഈക്വൽ പ്ലസ് MCLN TF ഡിവൈഡ് ബൈ 300 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ സബ്സ്ട്രാക്ട് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് TFന്റെ വാല്യൂ ചെയ്ത് ആൻസർ എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? ജസ്റ്റ് ചെയ്താൽ മതി. ഇതാണ് സംഭവം. ഇവിടെ 250 എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, എങ്കിലേ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടി വിട്ടുപോയതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രൊസീജിയർ ഒന്നും ഞാൻ പറഞ്ഞു തരുന്ന കാര്യമില്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് നോക്കാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾക്ക് ഇതൊക്കെ മാത്തമാറ്റിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. കൺസെപ്റ്റ്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യം. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ, ഇൻ ദ വിസിനിറ്റി ഓഫ് ദ ട്രിപ്പിൾ പോയിന്റ് അടുത്ത് ഇക്വേഷൻ ഓഫ് ലിക്വിഡ് വേപ്പർ ബൗണ്ടറി ഇൻ ദ PT ഫേസ് ഡയഗ്രാം ഫോർ അമോണിയ ഇങ്ങനെയാണ് തന്നേക്കുന്നത്. ഓക്കെ, ഇങ്ങനെ തന്നേക്കുന്നത്. വേറെ P പ്രഷർ, പാസ്കലിലെ പ്രഷർ, ടെമ്പറേച്ചർ കെൽവിനിൽ. സിമിലർലി സോളിഡ് വേപ്പർ ബൗണ്ടറി തന്നേക്കുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. ടെമ്പറേച്ചർ അറ്റ് ദ ട്രിപ്പിൾ പോയിന്റ് എന്നാണ്. ഈ ട്രിപ്പിൾ പോയിന്റിലെ പ്രത്യേകത എന്താണ്, നമ്മളൊരു PET ഡയഗ്രാം വരച്ചാൽ ഈ SLV ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അതിനകത്ത് ഈ LV ബൗണ്ടറിയുടെ ഇക്വേഷൻ ആണ് ഈ പറഞ്ഞേക്കുന്നത് 2D4.38 ആ സാധനം. അതൊരു ഫംഗ്ഷൻ ഓഫ് T ആയിട്ട് തന്നിട്ടുണ്ട്. പിയും ടീൻ്റെ ഫംഗ്ഷനായിട്ട് തന്നിട്ടുണ്ട്. അതേപോലെ SV ബൗണ്ടറി തന്നിട്ടുണ്ട്. അപ്പം ഈ ട്രിപ്പിൾ പോയിന്റിന്റെ പ്രത്യേകത എന്താ, ഈ രണ്ട് ബൗണ്ടറിയും കൂട്ടിമുട്ടും. അപ്പോൾ ഈ രണ്ട് ബൗണ്ടറിയും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ആ രണ്ട് പിയും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന ടിയുടെ വാല്യൂ എന്താണോ അതാണ് നമുക്ക് വേണ്ടുന്ന ട്രിപ്പിൾ പോയിന്റിന്റെ ടെമ്പറേച്ചർ. നമുക്ക് ചെയ്ത് ആൻസർ എടുക്കാൻ പറ്റും. പ്രഷർ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ T ടേംസ് ഒരിടത്താക്കിയിട്ട് T ടേംസുകളെ നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ പിയും ടിയും ഫോർ എ ട്രിപ്പിൾ പോയിന്റ് ഒറ്റ പോയിന്റാണ്. ആ പോയിന്റ് ഈ രണ്ട് ഇക്വേഷൻസിന്റെയും സോൾവ് ചെയ്യുമ്പോൾ ആ രണ്ട് ഇക്വേഷനും കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് കിടക്കുന്നത്. അത്രയേ ഉള്ളൂ അതിൻ്റെ സംഭവം. അപ്പോൾ അതാണ് നമ്മുടെ ബേസിക് തെർമോഡൈനാമിക്സ്. എല്ലാം ഒരുവിധം മനസ്സിലായി, സെറ്റായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അപ്ലൈഡ് തെർമോഡൈനാമിക്സ് പഠിക്കാം.